പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ ഞായറാഴ്ച തന്നെ അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ. ആദ്യത്തെ കമൻറ്റ് വായിക്കാം. വായിച്ചോ. റാസിസ് സ്വീറ്റ് ഹോം. സരിത എന്താവും മറന്നത് എന്നായിരുന്നു അവസാനം വരെ എൻ്റെ ചിന്ത. ചിലപ്പോൾ എൻ്റെ കമൻ്റ് ആയിരിക്കുമോ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അടുത്ത വീഡിയോയിൽ എങ്കിലും ഓർക്കുമായിരിക്കും. ഇല്ല, അത് പിന്നെ എനിക്ക് ഓർമ്മ ഒന്നുമില്ല. അതെന്തുട്ടായിരുന്നാവോ പറയാൻ വന്നത്. ഇന്ന് പായസം കറക്റ്റാക്കി. ജഗ്ഗു എവിടെ കണ്ടില്ലല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ ഭീകരൻ ജഗ്ഗു ആയിരുന്നു. സരിത എനിക്ക് ഇതുപോലെ ചില കാര്യങ്ങൾ മറക്കും. അപ്പോൾ അത് ആദ്യം ഓർത്ത സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ ഓർമ്മ വരും. അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മൾ വർക്ക് ഏരിയയിൽ പണിയെടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് വല്ലതും എടുക്കാൻ, അങ്ങനെ എന്തിനേലും മറ്റേ മെയിൻ അടുക്കളയിൽ വല്ലതും സാധനങ്ങൾ ഇരിക്കുന്നുണ്ടാവില്ല, അത് എടുക്കാൻ അങ്ങോട്ട് പോകും. എന്തിട്ട് എടുക്കാൻ വന്നതെന്ന് ഓർമ്മയില്ലാണ്ട് ഇങ്ങനെ കുറേ നേരം ആലോചിക്കും. ചില സമയത്ത് ഫ്രിഡ്ജും തുറന്ന് പിടിച്ച് നിൽക്കും, എന്തിട്ട് എടുക്കാനാണ് വന്നത്. ഫ്രിഡ്ജ് അടച്ചിട്ട് തിരിച്ച് വർക്ക് ഏരിയയിലേക്ക് തന്നെ വീണ്ടും വരുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഓർമ്മ വരും, ഇന്ന സാധനം എടുക്കാനല്ലേ പോയി, അപ്പോൾ പിന്നെയും പോയിട്ട് എടുക്കും. അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇന്നാൾ ഞാൻ അങ്ങനെ ഒരു കാര്യം വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയില്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അത് ഷോർട്സ് ആക്കാന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് എനിക്ക് അങ്ങനെയാണ്. അജുവേട്ടൻ ചിരിച്ചു പാടിയതാ സൂപ്പറായത്. നമ്മുടെ ഉദിത് നാരായൺ സിംഗർ ഇല്ലേ, പുള്ളി സാഡ് സോങ്ങും ചിരിച്ചുകൊണ്ടാണ് പാടുന്നതെന്ന്. ചേട്ടൻ 2 പാട്ട് പാടില്ലേ? ഏതാണ്? ഓർമ്മകളെ അവരെ ചിരിച്ചിട്ട് പാടി, പിന്നെ വിഷമിച്ചിട്ട് അവിടെ വന്നിരുന്ന് പാടി. അടുത്തത് ജലജ സലീം കുമാർ. അജു സരിത, ഇന്നത്തെ പായസം സൂപ്പറായിട്ടുണ്ട്. ഇന്നത്തെ പായസം നല്ല പെർഫെക്റ്റ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോരായ്മകളെല്ലാം നികത്തി സൂപ്പർ. ശ്രീരഞ്ജിനി, ഇന്ന് സരിത പാട്ട് നന്നായി എന്ന് പറഞ്ഞതും പിന്നെ മരഞ്ചുറ്റിപ്പാട്ട് പാടാനുള്ള മൂഡായി. പഴയകാലത്തെ ഉള്ളിലുള്ള ആഗ്രഹം വന്നതല്ലേ സരിത. ഇന്നാണ് പഴപ്രഥമനായത്. ഞങ്ങൾ കുറച്ച് ചുക്കും ജീരകം കൂടി പൊടിച്ചിടുന്നു മാത്രം. ഇന്ന് സൂപ്പർ പ്രഥമൻ. അത് കുറേ പേരിടുന്നവരുണ്ട്. നമ്മുടെ അപ്പുറത്ത് വെൽഡ് ചെയ്യുന്ന ശബ്ദം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ചെറിയ ഒരു അരോചകമായിട്ട് അവരെ ചിലപ്പോൾ വരുന്നുണ്ടാവും, ഇങ്ങോട്ട് വരുന്നുണ്ടാവും. ചിലപ്പോ എനിക്കറിയില്ല. ഞങ്ങൾക്ക് നന്നായി കേൾക്കുന്നുണ്ട്. അടുത്തത് എലിസബത്ത് തോമസ്. ലവ് യുവർ വ്ളോഗ്സ്. ദേ മേക്ക് മീ സ്മൈൽ ആൻഡ് ലാഫ്. യു റോക്ക്. ഫാമിലി ബോണ്ടിങ് ആൻഡ് ടൈം ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. കണ്ടിന്യൂ യുവർ ഫാമിലി വ്ളോഗ്സ്. യു ആർ ആൻ ഓസം എക്സാമ്പിൾ ഫോർ മെനി ഫാമിലീസ്. ലവ് യു ഗൈസ് ഫ്രം കാനഡ. താങ്ക് യു. സന്തോഷം. അടുത്തത് റോസ് എഡ്യൂക്കേഷൻ. അജുചേട്ടൻ വളരെ കഠിനാധ്വാനിയാണ്. ജീവിതത്തിലെ പരാജയങ്ങളിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. അജുചേട്ടൻ എപ്പോഴും ആളുകളെ പ്രചോദിപ്പിക്കും. അജുചേട്ടൻ ഒരാളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് അജുചേട്ടൻ്റെ ഗുണമാണ്. അജുചേട്ടൻ ഒരു അന്തർമുഖനായതിനാൽ സരിത ചേച്ചിയുടെ എല്ലാ ചോദ്യങ്ങൾക്കും അജുചേട്ടന് കാരണം വിശദീകരിക്കാൻ കഴിയില്ല. അതിനർത്ഥം അജുചേട്ടൻ കള്ളം പറയുകയാണ് എന്നല്ല. സരുമണി ചേച്ചി ജീവിതത്തിൽ എപ്പോഴും വിജയിച്ചിട്ടുണ്ട്. എവിടെ? ഉദാഹരണത്തിന് സരു ചേച്ചി SSLC-യിൽ 75% നേടി. 75 അല്ല 88. 600-489 അല്ല 82%. അല്ല 488. 600-488. അന്നത്തെ ഹൈ മാർക്കാണ് കേട്ടതൊക്കെ. 97 1997 95 അല്ല അപ്പൊ 13 വയസ്സ് അല്ല 97. സോറി 97 10ാം ക്ലാസ് കഴിഞ്ഞു. 99 പ്രീ ഡിഗ്രി. അത് കഴിഞ്ഞിട്ട് ശരിയാ 97. 1997 അത്രയും മാർക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ വലിയ നേട്ടമാണ്. അല്ല വായിക്കും. ഉദാഹരണത്തിന് അതിനാൽ സരു ചേച്ചി ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അല്പം മത്സരബുദ്ധി ഉള്ളവളാണ്. കൂട്ടുകടിക്കണ്ട. സരു ചേച്ചി സ്വന്തമായി ലോകം പര്യവേഷണം ചെയ്തിട്ടില്ലാത്തതിനാൽ സരു ചേച്ചി സ്വഭാവത്താൽ വളരെ വിമർശനാത്മകമാണ്. അതിനാൽ സരു ചേച്ചിക്ക് എല്ലാത്തിലും തിരുത്തൽ ആവശ്യമാണെന്ന് തോന്നിയേക്കാം. ധാരണ വിശാലമാക്കുക. സരുമണി ചേച്ചി, വീഡിയോ സൂപ്പർ. അജുചേട്ടനും സരു ചേച്ചിയും. ലോഡ്സ് ഓഫ് ലവ് ബോത്ത് ഓഫ് യു. എനിക്ക് മലയാളം എഴുതാൻ അറിയില്ല, അതിനാൽ ഇത് ഗൂഗിൾ വിവർത്തനമാണ്. തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഗൂഗിൾ വിവർത്തനാന്ന്. കഴിഞ്ഞ വട്ടം റോസ് എഡ്യൂക്കേഷൻ്റെ കുറേ കഷ്ടപ്പെട്ടിട്ടാ നമ്മൾ വായിച്ചേ, മറ്റേ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ടേ. ഇതിനിപ്പം തൊട്ട മറുപടി പറയാതെ. അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും ചേട്ടൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോഴേക്കും ഞാനത് തിരുത്താൻ ശ്രമിക്കേണ്ടത്. അതിൻ്റെ ആവശ്യമില്ലാന്ന് അതാണ് തോന്നുന്നത് ഇതിൽ ഉദ്ദേശിച്ചേക്കണേ. എനിക്ക് ലോകവിവരം കുറവാണ്, വിദ്യാഭ്യാസം എനിക്ക് കൂടുതലുണ്ട്. ചേട്ടനാണെങ്കിലോ വിദ്യാഭ്യാസത്തിൽ അങ്ങനെ ഭയങ്കര അല്ലെങ്കിലും ചേട്ടന് നല്ല അറിവുണ്ട്. കുറേ പരാജയങ്ങൾ സംഭവിച്ചിട്ട് വിജയിച്ചിട്ടുള്ള ആളായതുകൊണ്ട് അനുഭവങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കൂടി ചേട്ടനെ തിരുത്തി കൊണ്ടുപോകാൻ എനിക്ക് തോന്നണതല്ല, കൊതുകടിക്കണത് തന്നെയാണ്. ശരി പോയി.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നൊരു നല്ല കത്ത് അല്ല, നല്ല ഈ കമൻറ്റ്. അടുത്തത് ഏലിയ കുട്ടി ജോൺ. സരിതയ്ക്ക് ഇപ്പോൾ ഗോഷ്ടി കൂടി കൂടി വരുന്നു. സോറി അങ്ങനെ തോന്നിയെങ്കിൽ. ഗോഷ്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതായിരിക്കും, ഏത് മൂക്ക് ചൊറിച്ചൽ, അതെനിക്ക് പണ്ടേ ഉണ്ട്. ഗോഷ്ടി പിന്നെ വല്ല മുഖം കൊണ്ട് എന്തെങ്കിലും ആക്ഷൻ കാണിക്കുന്നുണ്ടാവും. അത് എനിക്ക് കുറച്ച് ഗോഷ്ടികൾ അങ്ങനെ വല്ല ഇങ്ങനെ ആലോചിക്കൽ അങ്ങനത്തെ ഒക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അതെനിക്കുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കണ്ടില്ലെങ്കിലും എനിക്ക് ഇത്തിരി ആക്ഷനുകൾ സംസാരിക്കുമ്പോഴൊക്കെ ഇത്തിരി കൂടുതലാണ്. കൈയും കാലൊക്കെ ഉപയോഗിച്ച് സംസാരിക്കും. ചേട്ടൻ അത്രയ്ക്കില്ലെങ്കിലും. ഹാപ്പി ലൈഫ് അത്രേ ഉള്ളോ? ഹാപ്പി ലൈഫ്. എൻ്റെ ഹസ്ബൻഡ് ഗോഷ്ടികൾ കുറയ്ക്കാനായിട്ട് അതതിന് ഞാൻ കരുതി കൂട്ടി ചെയ്യുന്ന സാധനമാണെങ്കിലാണ് എനിക്കത് നിർത്താൻ പറ്റുള്ളൂ. എനിക്ക് തന്നെത്താൻ വരുന്ന എൻ്റെ മാനറിസങ്ങളാവുമ്പോൾ എനിക്കതിന് നിർത്താനേ പറ്റില്ല. നമുക്കത് നിർത്താൻ പറ്റില്ലല്ലോ. ഹാപ്പി ലൈഫ്. എൻ്റെ ഹസ്ബൻഡ് അത്യാവശ്യം പാടുന്ന ആളാണ്. അത് ചേട്ടൻ പാടുന്നത് കേട്ട് ചേട്ടൻ എൻ്റെ ഫോണിലേക്ക് നോക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ശോകഭാവത്തിൽ പാടിയതാണ് നന്നായതെന്ന്. എൻ്റെ പാട്ടിന് എന്താ പറയുക, അങ്ങനെ വർണ്ണിക്കാനോ അല്ലെങ്കിൽ വിലയിരുത്താനോ ഇല്ല. നമ്മളിവിടെ സാധാരണ പാടി നടക്കണ പോലെ അതാണ്. അതായത് ചേട്ടനിപ്പോ വലിയൊരു ഗായകനായിട്ടല്ലോ, പക്ഷെ സാധാരണക്കാരനായിട്ട് പാടുമ്പോ അത് നന്നായിട്ടുണ്ട്. സന്തോഷം. പിന്നെ ജോസി ജോൺ. സരിതയ്ക്ക് അല്പം ജാട കൂടുന്നുണ്ട്. സന്തോഷം. ജാടയൊക്കെ വേണം. അതന്നെ, കുറച്ചേലും ജാടിയില്ലെങ്കിൽ എന്താ കാര്യം. നമ്മൾ വല്ലാണ്ട് ഇങ്ങനെയുണ്ട്, അയ്യോ ചേട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുണ്ട്. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം കേട്ടാ. അങ്ങനെ നമ്മളിപ്പോ കുറെ റീൽസ് ഒക്കെ അങ്ങനത്തെ കാണാം. അതിവിനയം കാണിക്കുന്നുണ്ടോ നിങ്ങൾ അവരെ സൂക്ഷിച്ചോ. ഒരു കയ്യകലത്തിൽ അവരെ നിർത്തിയാൽ മതി, അവർ പണി തരുന്നു. അത് അനുഭവത്തിൽ വരുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ളവരെ പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്, അതിവിനയം കാണിക്കുന്നവരുടെ മനസ്സ് കള്ളത്തരങ്ങളുടെ കൂടാരമാണെന്ന്. അതന്നെ. നീ ജാട കാണിച്ചു തരട്ടെ, ഉള്ള ഇത് കാണിച്ചോ. അടുത്തത് ഗൾഫ് കോൺ. 23:05 തൊട്ട് 24:07 വരെ. എൻ്റെ പൊന്നോ എന്താ ഫീൽ ആയിരുന്നു, അടിപൊളി. അവിടെ എന്തുട്ടായിരുന്നാവോ. സരിതയ്ക്ക് തെറ്റി. ആദ്യം പാടിയതിൽ സൂപ്പർ ഇതായിരുന്നു അത് ചേട്ടാ. അവിടെ ചേട്ടൻ മറ്റേ അത് പാടിയതായിരിക്കും, ഓർമ്മകളെ പാടിയത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം പാടിയത് നന്നായിരുന്നു. പിന്നെ 25:41 തൊട്ട് 26:32 വരെ സൂപ്പർ. ഇതൊരു ചിന്ന റീലോ സ്റ്റാറ്റസ് വീഡിയോയോ ആക്കാൻ പൊളിച്ചു അത് ചേട്ടാ. അത് ചേട്ടൻ്റെ മരം ചുറ്റിപ്പാട്ടും സരിതയുടെ എക്സ്പ്രഷനും വൗ. റൊമാൻസ് വാരിക്കോരി ഒഴുകിയായിരുന്നു. അത് നീ മധുപകരു പാട്ടല്ല പാടിയത്. പിന്നെ ചേട്ടൻ അതൊക്കെ ചിറ്റി വന്ന് പാടിയത്. മോഹൻലാൽ പറയുന്ന പോലെ ചുമ്മാ. അത് ചേട്ടാ ആ ബ്രൂസ്ലി മുടിക്കെട്ട് ഉള്ള പഴയ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് അപ്ലോഡ് ചെയ്യട്ടാ. അനിലേട്ടനെയും ചേച്ചിമാരെയും കണ്ടതിൽ വളരെ സന്തോഷം. 35:41. എന്താ പറ്റിയ സരിത? ചെറിയേട്ട പള്ളു പറഞ്ഞ് ഓടിച്ചതാണോ? അങ്ങനെ ബനാന പായസം അടിപൊളി, ശുഭം. അത് ചെറിയേട്ടനെ ഞാൻ വിളിക്കാൻ പോയി, ചെറിയേച്ചിയുടെ അവിടേക്ക് പോയി. അപ്പോൾ ചെറിയേച്ചിയും മരുമകൾ മാളും വർക്ക് ഏരിയയിൽ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ മാളുവിന് പായസം ഒന്നും അത്രയ്ക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയേച്ചി കപ്പും കൊണ്ടുവന്നു. കുറച്ച് കുടിച്ചിട്ട് കുറച്ച് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാനായിട്ട് ഒരു കപ്പ് എടുത്തിട്ട് വന്നു. ചെറിയേട്ടനെ വിളിച്ചപ്പോൾ ചെറിയേട്ടൻ വന്നില്ല പ്രദേശത്തേക്ക്. ചെറിയേട്ടൻ ചോദിച്ചോ പറഞ്ഞു. അതാ വീഡിയോയിൽ കേൾക്കാൻ തോന്നുന്നു, കാരണം എൻ്റെ മൈക്കിൽ കൂടെ എന്നെ കൊല്ലാനാണോന്ന് പായസം ടേസ്റ്റ് ചെയ്യാൻ വരാൻ പറഞ്ഞപ്പോൾ. എന്താണെന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞിട്ട് ആൾക്ക് മധുരമുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതുണ്ട്, ഷുഗറുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ കിട്ടില്ല. അപ്പോൾ അവിടേക്ക് വരാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചിട്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്ന നീ വലിയ ചെറിയ ഞാൻ എന്തിട്ടോ പറഞ്ഞിട്ടാ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അല്ലേ, രണ്ടുപേരും എന്തോ വർത്താനം പറഞ്ഞിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. എന്തിട്ടായിരുന്നു ആ ഓർമ്മയില്ല. ശോഭ വർഗീസ്. അച്ചോടാ അജുവിന്റെ മുഖം ചുവന്ന് തൊടുത്തു നാണം കൊണ്ട്. അല്ല, കോളേജിൽ പഠിക്കുമ്പോൾ പെൺകുട്ടികൾ പിന്നാലെ വന്നോടന്നു എന്ന് പറഞ്ഞപ്പോൾ. ആൻസ്. ഇന്നത്തെ നേന്ത്രപ്പഴം പായസം അടിപൊളി, ടേസ്റ്റിയാണ് കേട്ടോ. ഓതൻറ്റിക് പ്രിപ്പറേഷൻ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി കഴിക്കുമ്പോൾ ഇറ്റ്സ് റിയലി എൻജോയബിൾ അൺഫോർഗറ്റബിൾ മൊമെൻറ്റ്സ് ആണ്. എക്സ്പെക്റ്റിംഗ് ഫോർ യുവർ നെക്സ്റ്റ് വീഡിയോ. ബൈ. ജെസ്സി ജോസ്. അജുവേട്ടൻ സൂപ്പർ. സ്വന്തം ഭർത്താവാണെങ്കിൽ എപ്പോഴും സരിത ചേച്ചി അജുവേട്ടനെ ഇൻസൾട്ട് ചെയ്യുന്നതായും കളിയാക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അജുവേട്ടൻ്റെ ആ കോളേജ് കാലഘട്ടം പറഞ്ഞ് ചേച്ചി കൗണ്ടർ അടിച്ച് സ്വയം ചിരിക്കുന്നതായിട്ട് കണ്ടു. അത് പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു. നെഗറ്റീവ് പറയുന്നതല്ല. അജുവേട്ടൻ്റെ പോലത്തെ ഭർത്താവ് ആയതുകൊണ്ട് ചേച്ചി രക്ഷപ്പെട്ടു. കുറച്ച് ചൂടനായ ഭർത്താവായിരുന്നെങ്കിൽ ചേച്ചിയുടെ പൊടി പോലും ഉണ്ടാവില്ലേ കണ്ടുപിടിക്കാൻ. ഈ എന്ന് പറഞ്ഞിരിക്കണോക്ക്.
എന്തിനാ ആ ചേട്ടൻ പറയാറുള്ള ഡയലോഗ് എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരായിരുന്നെങ്കിലേ നിന്റെ വയലറ്റ് പല്ലുണ്ടായി. അല്ല, ചില ആണുങ്ങളുടെ അടുത്ത് ഇത് പറയുമ്പോഴേ അവർക്ക് ചിലപ്പോൾ മൂക്കത്ത് ശുണ്ടി വരും, പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നു കേട്ടിട്ട് അങ്ങനെ ഭാര്യനെ അടിക്കാനൊക്കെ ഉള്ള അധികാരം ഉണ്ടാ ഭർത്താക്കന്മാർക്ക്? ഉണ്ടാ? എനിക്ക് അധികാരമില്ല, എനിക്ക് വികാരമില്ല. അല്ല, ഞാൻ അടിക്കാൻ വരുന്നില്ല, എന്നെ അടിക്കാനായിട്ട് എന്തിട്ട് അധികാരം എന്ന് ഞാൻ ചോദിക്കണത്. അല്ല, ചില ആണ് അത് ഇതിൽ പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത്. ചേട്ടന്റെ സ്വഭാവത്തിലത്തെ കുറെ ഇതുകൾ ഞാൻ സഹിക്കണില്ലേ, ക്ഷമിക്കണില്ലേ. അപ്പൊ എന്റെ കുഴപ്പങ്ങൾ ചേട്ടൻ ക്ഷമിക്കണ്ടേ? അതല്ലേ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ ഒരു ഇതെന്ന് പറയണത്, അല്ലേ? പരസ്പരമായിട്ടുള്ളൊരു സാധനം. കൊടുക്കൽ വാങ്ങലുകളാണല്ലോ. അല്ല, കൊടുക്കൽ വാങ്ങലല്ല, പരസ്പരം നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ക്ഷമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുക, അല്ലേ? അത് രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണല്ലോ ഞങ്ങൾ. അല്ല ഭാര്യ ഭർത്താക്കന്മാരും അങ്ങനെയാണല്ലോ. അല്ല, ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യം പോട്ടെ, അച്ഛൻ്റെ അമ്മയുടെയും വയറ്റിൽ നിന്ന് വന്നവര് പോലും ഒക്കെ സ്വഭാവം വേറെ വ്യത്യാസമുള്ള സ്വഭാവങ്ങളായിരിക്കും. വിപരീത സ്വഭാവമുള്ളവരുണ്ട്, ഇല്ലേ? ഞാൻ ചേട്ടനെ കളിയാക്കണോന്ന്. പിന്നെ എന്റെ ഭർത്താവിനെ അല്ലാണ്ട് ഞാൻ വേറെ ആരെ കളിയാക്കാ? എനിക്ക് നിങ്ങളുടെ ഭർത്താവിനെ ഒന്ന് കളിയാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ അതന്നെ. അപ്പൊ ഞാൻ ചേട്ടനെ കളിയാക്കുന്നു. ചേട്ടനാണെങ്കിൽ അത് ഒരു പ്രശ്നമില്ല, അത് എൻജോയ് ചെയ്യാണ് ചെയ്യണത്. ഞാനത് പറഞ്ഞില്ലെങ്കിലാണ് ചേട്ടന് വിഷമം. അപ്പൊ പിന്നെ എന്താണ്? സന്ധ്യ ബിജു, ദേ സരിത ചേട്ടനെ കളിയാക്കണ്ട. പണ്ട് ചേട്ടനെ കാണാൻ സുന്ദരനായിരുന്നു. ഞാൻ അവിടെ അതിലെവിടെ കളിയാക്കണം? എനിക്കതാ മനസ്സിലാവാത്ത. ചേട്ടനെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ചേട്ടനെ പിന്നാലെ പെൺപിള്ളേര് ഇങ്ങള് വായി നോക്കി വന്നിരുന്നു എന്നൊക്കെ ചേട്ടൻ എന്നോട് ശരിക്കും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞേ. പക്ഷെ ചേട്ടൻ അവരെ മൈൻഡ് ചെയ്ത് ഓടുന്നില്ല എന്നാണ് എൻ്റെ പറഞ്ഞിട്ടുള്ളത്. അത് തിരിച്ച് ചേട്ടൻ അങ്കടാണ് ലൈൻ അടിച്ചോടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുന്നത് വിചാരിച്ചിട്ടായിരിക്കും പാവം അങ്ങനെ പറഞ്ഞത്, അല്ലേ? ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് തന്നെയല്ലേ എൻ്റെ അടുത്ത്. ഏതോ പെൺപിള്ളേർക്കൊക്കെ ചേട്ടനോട് ഇഷ്ടമുണ്ടായിരുന്നു നോക്കിയും ആ കാലഘട്ടത്തില്. എല്ലാവരുടെയും കാര്യമല്ല, എന്ത് കാര്യം പറഞ്ഞാലും അപ്പൊ നമ്മുടെ ഈ ഹരിഹർ നഗറില് ജഗദീഷിന്റെ പറഞ്ഞ ഞാൻ മാത്രല്ല, ചേട്ടൻ അങ്ങനെ എന്ത് പറഞ്ഞാലും അപ്പൊ അത് ഞാൻ മാത്രല്ല, ചേട്ടന്റെ കാര്യം പറയും. ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലേ? ഓർമ്മയില്ലേ? ശരിക്കും ശരിക്കും ആലോചിച്ച് നോക്കിയാ പറഞ്ഞിട്ടുള്ളതാ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കളിയാക്കിയതല്ല. ചേട്ടനെ നോക്കി 55 വയസ്സായിട്ടും ഇപ്പോഴും നല്ല ചുള്ളനായിട്ടിരിക്കുള്ളേ. ഞങ്ങളുടെ കല്യാണത്തിന്റെ ആൽബവും ഫോട്ടോസും ഒക്കെ നോക്കി നോക്കിയ വീഡിയോ ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ, അതിലും ചേട്ടൻ എന്തൊരു ഭംഗിയിൽ ചുമന്ന് തൂടുത്തിട്ടായിരിക്കണം. അപ്പോൾ ആ 16-17 വയസ്സ് ആ ഒരു കോളേജ് കാലഘട്ടം എന്ന് പറയുമ്പോഴും അപ്പോഴും നല്ല ഭംഗിയായിരിക്കും. നല്ല മുടിയും പിന്നെ ഈ കണ്ണ് ഒരു പൂച്ചക്കണ്ണ് പോലത്തെയാണ്. പിന്നെ നല്ലൊരു ചുമപ്പ് കളറും വെളുപ്പല്ല ചേട്ടൻ, ഒരു ചുമപ്പ് കളറാ. ചോപ്പനാണ് ചേട്ടൻ്റെ. അതിന് കണ്ട ചേട്ടൻ പറയണ മതി പുകഴ്ത്തിയെന്ന്. പക്ഷെ ഇത് ഇവര് പറയണ കാണുന്നവര് പറയണ ഞാൻ ചേട്ടനെ കളിയാക്കാണെന്ന്. ഇത് കളിയാക്കണല്ല, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞേ. അപ്പോ നല്ല ചുമപ്പ് കളറാണ്. വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചുമക്കും. ചിരിക്കുമ്പോൾ നല്ല ചിരിക്കില്ലേ, നന്നായിട്ടൊക്കെ ചിരിക്കുക കരയൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ചുമക്കും. അങ്ങനെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, അതിനേക്കാൾ ചുമക്കും. അങ്ങനെയാ. അല്ല, അപ്പൊ ഞാൻ കളിയാക്കണതല്ല പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കൂ. ഞാൻ കളിയാക്കണതല്ല, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞു. വീണ്ടും പറയണു സന്ധ്യ ബിജു, ദേ സരിത ചേട്ടനെ കളിയാക്കണ്ട. പണ്ട് ചേട്ടനെ കാണാൻ സുന്ദരനായിരുന്നു. ആണെന്നില്ല ഞാനും പറഞ്ഞേ. കല്യാണ വീഡിയോ കണ്ടാൽ അറിയാമല്ലോ. പിന്നെ ഇൻട്രോവേർട്ടാണ്. അന്ന് ഒരുപാട് പെൺപിള്ളേർ വളയ്ക്കാൻ നോക്കി കാണും. ഓർമ്മകളെ ചേട്ടൻ പാട്ട് പാടിയത് സൂപ്പറായിരുന്നു. ഇനി പാടുമ്പോൾ ചിരിക്കാതെ പാടണം, ആരുടെയും മുഖത്ത് നോക്കിയത്, അപ്പോഴാണ് ചിരി വരുന്നത്. നല്ലതായിട്ട് പാടി. സരിത പാടുമ്പോൾ പരത്തി പാടാതെ എന്തോ പോലെ തോന്നുന്നു. പരത്തി പാടരുതെന്ന് എന്തോ പോലെ. ഞാൻ ഇത്തിരി സ്ലോവിലാണ് പാടണം, അതാവും. പായസ ലേശം മധുരം കൂടിയോ? ഇല്ല, കറക്റ്റായിരുന്നു. അടുത്തത് വ്ളോഗ്സ് ബൈ സിന്ധു. ഹായ്, നമസ്കാരം. പായസം സൂപ്പർ, ചേട്ടൻ്റെ പാട്ട് സൂപ്പർ. പെൺകുട്ടികൾ പിന്നാലെ നടന്ന കാര്യം പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ മുഖത്ത് നാണം വന്നു. ചെറിയേട്ടൻ്റെ ചേച്ചി ഇരിക്കുമ്പോൾ നല്ല ഭംഗി കാണാൻ. അനിലേട്ടനെ കണ്ടതിൽ വളരെ സന്തോഷം. എല്ലാം കൊണ്ടും വീഡിയോ സൂപ്പർ. ഞാൻ ആലോചിക്കണേ, നമ്മളെ ഇപ്പോൾ ഈ കത്തുകൾ വായിക്കില്ലേ, നമ്മൾ നിങ്ങളുടെ കത്തുകൾ ആകാശവാണിയിലൊക്കെ ഉണ്ടാവാറുണ്ട്. കുറേ പേര് പറയുന്നുണ്ട് നമ്മുടെ ആ വീഡിയോ ഇപ്പം ഈ കമൻറ്റ് വായന കാണുമ്പോൾ അത് ഓർമ്മ വരുന്നു പറയുന്നത്. നിങ്ങളുടെ കത്തുകൾ എന്ന് പറഞ്ഞ സാധനത്തിൽ
ആ ഒരു വിഷയത്തിനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. അതെന്തുകൊണ്ടാ അവര് ഭാര്യയും ഭർത്താവല്ല അവതരിപ്പിക്കാതിരിക്കണേ? ചേട്ടന്റെ അടുത്ത് ഇപ്പൊ വേറെ ഒരു വീട്ടിലത്തെ ഒരു പെണ്ണും കൂടിയിട്ട് നിങ്ങൾ രണ്ടുപേരാണ് നിങ്ങൾ ഭയങ്കര ഫോർമലായിട്ട് അവര് സംസാരിക്കുക. ഇതുപോലെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത് നമ്മള് ഭാര്യയും ഭർത്താവായതുകൊണ്ടാണല്ലോ. അങ്ങനെയുണ്ട്. പിന്നെ ചെറിയേച്ചിയുടെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. ഇവിടെ ആരെ ചിരിയ ഭംഗിയില്ലാത്തത്? ഇവിടെ എല്ലാവരുടെ ചിരി കാണാനും നല്ല ഭംഗിയാണ്. അയ്യോ അത് ചേട്ടന് തോന്നണതാ. ഞാൻ അത് മതി. അങ്ങനെയും തോന്നാൻ പാടൂ. ചേട്ടൻ അങ്ങനെ തോന്നിയാ മതി. കറക്റ്റ്. പിന്നെ ഇനിയിപ്പോ സീമ ചേച്ചിരിയാണ് പല്ലിത്തിരി പൊന്തിയിട്ട് പല്ലിന്റെ ഇടയിൽ ഗ്യാപ്പൊക്കെ ആയിട്ടൊരു ഭംഗി കുറവ് ഇപ്പൊ അടുത്ത കാലത്തൊക്കെ വന്നിട്ടുള്ളത്. അത് പിന്നെ പല്ല് കെട്ടി കഴിഞ്ഞാൽ ചേച്ചിയുടെ ചിരിയും സൂപ്പറായിരിക്കും. ചെറിയച്ചിന് പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇപ്പോൾ പിന്നെ പ്രായമാണ് എൻ്റെ ഒരു ഇത്. എന്നാലും ചേച്ചി സൂപ്പർ തന്നെ. എല്ലാവരെയും നല്ല ഭംഗിയാണ് കാണാൻ. വീണ ഹർഷൻ, സത്യത്തിൽ അജുവേട്ടന് എന്ത് ഡെഡിക്കേഷനാണ് അല്ലേ? എന്ത് ചെയ്യുമ്പോഴും 100% കൊടുത്തു ചെയ്യും. അജുവേട്ടൻ്റെ മുഖം കണ്ടാൽ അറിയാം. സരിതേച്ചി പറഞ്ഞതൊക്കെ അജുവേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന്. കണ്ട ഒരാൾക്കെങ്കിലും എൻ്റെ സത്യസന്ധത മനസ്സിലായല്ലോ. പഴം പ്രഥമൻ കഴിച്ചിട്ടുമില്ല, കുക്ക് ചെയ്തിട്ടുമില്ല. ഇനി ട്രൈ ചെയ്യാം. ഈ കറുത്ത കോട്ടിട്ട പഴം വാട്ടിയെടുക്കുകയാണ് ചെയ്യാറ്. ഈ കുക്കിംഗ് വീഡിയോയ്ക്ക് എന്തൊരു റിസൾട്ട് വന്നാൽ അതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് പപ്പാതി എടുക്കാം. ഒരു മുൻകരുതൽ. അതാ എല്ലാം ചോദിച്ച് ചെയ്യണേ. വെറുതെ പറഞ്ഞതാട്ടോ. ഒരുപാട് ഇഷ്ടം. ബിന്ദു ധർമ്മരാജ്, സരിതയെ പായസത്തിനേക്കാൾ മധുരം അജുചേട്ടൻ്റെ പാട്ട് തന്നെ. ആദ്യം പാടിയതും രണ്ടാമത് പാടിയതും സൂപ്പർ. അജുചേട്ടനെ ഇങ്ങനെ എപ്പോഴും കുറ്റം പറയാതെ. ദേ പിന്നെയും ഞാൻ കുറ്റം പറഞ്ഞതല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇത്രയും നിഷ്കളങ്കനായ ഒരു ഭർത്താവിന് എവിടെ കിട്ടും? ലവ് യു ഓൾ. ടേസ്റ്റി ട്രീറ്റ്സ് ബൈ മോളി. ഒരേ വൈബുള്ള മെയ്ഡ് ഫോർ ഈച്ച് അതർ, ദ ബെസ്റ്റ് ലവിങ് കപ്പിൾ, സോൾമേറ്റ്സ്, ഗോഡ് ബ്ലസ് യു ഓൾവേസ്. അതാണ് കറക്റ്റ്. ഒരേ വൈബ്. സന്തോഷം. വർഗീസ്, ഞാൻ ശോഭന ചേച്ചിയാണേ. ഞാൻ ഇന്നലെ ഉണ്ടാക്കി. ഞാൻ മിക്സിയിലടിച്ചു, എന്നിട്ട് നെയ്യിൽ വരട്ടി, എന്നിട്ടാണ് ശർക്കര പാനിയാക്കിയത്. സൂപ്പർ പായസമായിരുന്നു. പിന്നെ ഞാൻ പാക്കറ്റ് പാലാണ് ആക്കിയത്. നന്നായിരുന്നു. ആയി അപ്പൊ എന്തിനു കൊള്ളാൻ പായസം? പാക്കറ്റ് പാല്, നാളേരം പാല് ചേർക്കണ്ടേ? ആ ഇതിപ്പോ വേറെ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കിട്ടാത്തൊരു ടേസ്റ്റ്. അടുത്തത് കിങ് ഗെയിമർ. അജൂസേ പാട്ട് നന്നായി, പായസം നന്നായി, ഇന്ന് ശരിക്കും സുന്ദരനായിട്ടുണ്ട്, പിന്നെ നിഷ്കളങ്കനും. ശൈലജ വേലായുധൻ, ഗുഡ് മോർണിംഗ് അജു. സരിത, ദിവസവും സരിത ഓൾഡ് സോങ്സ് പാടണം. സരിത പാടുമ്പോഴാണ് മനസ്സിലേക്ക് ഒഴുകി എത്തുന്നത്. അയ്യോ താങ്ക് യു ചേച്ചി. അടുത്തത് മറിയം ജോർജ്. അജു, സരിത, ജഗു. അജു സ്കിപ്പ് ചെയ്ത് കണ്ടാൽ വീഡിയോ വേഗം തീർന്നു പോവില്ലേ? സരിതേ മറവിയും നിങ്ങളുടെ പാട്ടും കാണാൻ കിട്ടാത്ത നിതിൻ്റെ ആക്ഷൻ, എല്ലാവരെയും കാണാൻ പറ്റിയതിൽ സന്തോഷം. പായസം അടിപൊളി. പിന്നെ ഷമീർ എം കെ, അജുവേട്ടൻ അവിടെ ഇരുന്ന് പാടിയപ്പോൾ ചിന്തകളൊക്കെ എവിടേക്കോ പോയി എന്ന് തോന്നുന്നു. വാ നമ്മളത് ആ ഫീൽ കൊടുത്ത് പാടി എന്നുള്ളതാണ്. അയ്യോ ഇതേ പേര് പോയി. അയ്യോ വായിച്ചോ? ഞാൻ പേര് എഴുതിയേക്കണ ആളുടെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ പേര് മുകളിലത്തെ പോയിട്ടാ. സോറി. കുറേ നാളായി ഞാൻ നിങ്ങളുടെ വീഡിയോ സ്ഥിരം കാണുന്നുണ്ട്. ഞാനും എൻ്റെ 5 വയസ്സുള്ള മോനും കാണാറുണ്ട്. കൃഷി ചെയ്യുന്ന വീഡിയോ, വിളവെടുക്കുന്ന വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഒരു സന്തോഷം കണ്ടിരിക്കാൻ. അതുപോലെ ഷോർട്സ് വീഡിയോ നല്ല ഇഷ്ടമായി. ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ചെയ്യുന്ന ആളാണ്, പക്ഷേ ഫേമസ് ഒന്നുമല്ല, ചെറിയൊരു ചാനൽ. ആ വീടും അന്തരീക്ഷവും എന്താ പറയുക സൂപ്പർ. വീഡിയോയിൽ വരുന്ന എല്ലാവരെയും ഒരുപാട് ഇഷ്ടം. അനിലേട്ടനെയും വലിയേട്ടനെയും എല്ലാവരെയും. വലിയേട്ടൻ വരാറില്ല കേട്ടോ വീഡിയോയിൽ. അനിലും ചേട്ടനും ചെറിയേട്ടനും. ഇന്ദു ചന്ദ്, ചേട്ടന്റെ പിന്നാലെ പെൺകുട്ടികൾ വന്നിട്ടില്ലേ എന്ന് സരിത ചോദിക്കുമ്പോൾ അജുവിന്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അയ്യോ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കണ്ട കുറെ പേർക്ക് അവർ അതേ സ്പിരിറ്റിലാണ് അത് എടുത്തിട്ടുള്ളത്. കുറെ പേർക്ക് ഞാൻ കളിയാക്കിയ പോലെ തോന്നിയ. അന്ന് അജുവിനെ നോട്ടമിട്ട പെൺകുട്ടികൾ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ ഉള്ള അവരുടെ അവസ്ഥ, മാനസികാവസ്ഥ എന്തായിരിക്കും? ഞാനൊന്ന് ലൈനടിച്ച ചെക്കനല്ലത്. അവർ ഓർക്കുന്നുണ്ടാകും ഇപ്പോൾ സരിതയുടെ സ്ഥാനത്ത് ആ പ്രഥമൻ ഇളക്കേണ്ടത് ഞാനാണ് എന്ന്. അതായത് അവരൊക്കെ 55 വയസ്സായവരാണ് ഇപ്പോ. അതിനെന്താ? അതുകൊണ്ട് പഴപ്രഥമൻ ഇളക്കാൻ പാടില്ലേ? പഴപ്രഥമൻ ഇളക്കാനല്ല, എനിക്ക് 43 വയസ്സിലായിട്ടല്ലോ. അതുകൊണ്ട് അല്ലാന്ന് ഒരിക്കലും അവരൊന്നും കല്യാണം കഴിക്കൂലോ. ഒന്നും വേണ്ട, ഇവിടെ കൊതുകടിച്ച പോലെ തോന്നുന്നു. അടുത്തത് ഗീതാ കൃഷ്ണൻകുട്ടി. അജു രണ്ടാമത് പാട്ട് പാടി മുഴുവൻ നല്ല ഫീൽ കൊടുത്ത് പാടി. മുഴുവൻ അങ്ങനെ തന്നെ ആകും എന്ന് കരുതി മുഖഭാവം കണ്ടപ്പോൾ ചിരി വരുന്നുണ്ടായിരുന്നു. സ്വയം ചിരിച്ചപ്പോൾ ഞാനും ചിരിച്ചുപോയി. എന്തായാലും പാട്ട് അടിപൊളിയായിരുന്നു.
അടുത്തത് ജോൺ വർഗീസ്. സരിത പുകഴ്ത്തി അജുവിൻ്റെ അടുത്ത് നിന്ന് ഏതാണ്ട് കാര്യം സാധിക്കാനാണെന്നാണ് തോന്നണതെന്ന്. അങ്ങനെയൊന്നുമില്ല. പിന്നെ അബ്ദുൾ അലി, നമ്മുടെ അലീക്കാട്ടാ. ഹായ് അലീക്ക മലപ്പുറം, വ്ളോഗ്സ് സൂപ്പർ. ചായ കുടിച്ചോ അജൂസേ? കുടിച്ചാ? ഇല്ല, കുടിച്ചിട്ടില്ല. സരിത മോൾ ഉച്ചതിരിഞ്ഞത്ത ചായ കുടിച്ചിട്ടില്ല. അടുത്തത് എനിക്കും തോന്നുന്നുണ്ട്. അടുത്തത് ഗീതാ ശങ്കരൻ. എപ്പോഴും അജുവിനെ ഇൻസൾട്ട് ചെയ്യുന്ന സരിത അത്ര പെർഫെക്റ്റ് ആണോ? അല്ല, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ചേച്ചി. ചേട്ടൻ ഇൻസൾട്ട് ചെയ്യുന്നു നിങ്ങളുടെ തോന്നലാണ് കേട്ടാ. നിങ്ങൾ കുറച്ച് വീഡിയോകൾ അടുപ്പിച്ച് കണ്ടാൽ മതി, അപ്പം മനസ്സിലാവും. നമ്മുടെ വർത്താനത്തിൻ്റെ ശൈലിയും ഞങ്ങളുടെ സ്വഭാവമൊക്കെ അതേപോലെയാണെന്ന് അല്ലേ? അതല്ലേ? അടുത്തത് ജോൺ വർഗീസ്. സരിതേ, നീ 10 പ്രാവശ്യം ഇനി 10 പ്രാവശ്യം വിളിക്കുന്നില്ല, 5 പ്രാവശ്യം വിളിച്ചാൽ മതി, അപ്പം സരിത നന്നാവും. എന്നിട്ട് എൻ്റെ അർത്ഥം? സരിതേ, നീ 10 പ്രാവശ്യം വിളിക്കുന്നില്ല, ഇനി 5 പ്രാവശ്യം വിളിച്ചാൽ മതി, അപ്പം സരിത നന്നാവുന്നു. ചിരിക്കുകയാണ്. പറഞ്ഞോളൂ. ആനന്ദലത. അജുവേ, സരിത ചേട്ടൻ്റെ പിന്നാലെ പെണ്ണുങ്ങൾ വന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അജു മായിരുന്നു, പിന്നാലെ വന്നത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ കണ്ണ് മുന്നിലാണ്. അങ്ങനെ പറയേണ്ടതായിരുന്നു എന്ന്. കണ്ട, പിന്നാലെ വരുന്നത് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, കണ്ണു മുന്നിലല്ലേ. അങ്ങനെ പറയണമെന്ന് ചുട്ട മറുപടി. അപ്പൊ ഇനി ഞാൻ പറയുമ്പോ അങ്ങനെ പറഞ്ഞോളൂ. അടുത്ത ശാന്തി വിജയൻ. അജു കല്യാണ വീട് തെറ്റിക്കേറിയ കഥ കേട്ടിട്ട് ഒരുപാട് പേർക്ക് സങ്കടമായി. ഒത്തിരി കമന്റ് ഉണ്ട്. അതിനെപ്പറ്റി നോക്കാനാണ് ഫോൺ എടുത്തുകൊണ്ട് വന്നത്. പല കാര്യങ്ങളും മറന്നു പോകുമ്പോൾ ഞാനും ഓർക്കാറുണ്ട് എനിക്ക് അൽഷിമേഴ്സിന്റെ തുടക്കമാണോ എന്ന്. സരിത പറഞ്ഞത് ശരിയാണ്. മറന്ന കാര്യം അപ്പം തന്നെ ഓർക്കാൻ ശ്രമിച്ചാൽ കിട്ടുകയില്ല, തന്നെയല്ല വട്ടുപിടിക്കും പോലെ തോന്നും. അത് വിട്ടേക്കൂ, കുറേ കഴിയുമ്പോൾ തന്നെ ഓർമ്മ വരും. പിന്നെ സരിത, ആ ജാറിൽ നിന്ന് പഴത്തിൻ്റെ തന്മാത്രകളെ കൈകൊണ്ട് വടിച്ചെടുത്തോളൂ, അതിലൊരു മോശവുമില്ല. കൈകൊണ്ട് കുഴച്ചുണ്ടാക്കുന്ന പലഹാരത്തിന് രുചിയേറും. ഇഡലിമാവും ഒക്കെ കൈകൊണ്ട് തന്നെ കുഴയ്ക്കണം. അജുവിൻ്റെ പാട്ട് സൂപ്പർ. ഞങ്ങളുടെ യേശുദാസും വാണിജയറാമും ആണ് നിങ്ങൾ രണ്ടുപേരും. താങ്ക് യു. സരിത, എല്ലാ ആണുങ്ങളും ഇങ്ങനെ പറയുമെന്ന് തോന്നുന്നു. എൻ്റെ ഭർത്താവ് ഇതുപോലെ പറഞ്ഞിട്ട് പറയും, പുറത്തേക്ക് ഇറങ്ങിയാൽ പെൺപിള്ളേരൊക്കെ എന്നെ നോക്കി കൊതിക്കും. എന്നെ കിട്ടിയത് നിന്റെ ഭാഗ്യാണ്, എന്നെ കിട്ടിയത് നിന്റെ ലക്ക് എന്നൊക്കെ നമ്മളെ ഇളക്കാൻ പറയുന്നതാണ് എന്ന് എനിക്കറിയാം. ശരിക്കും മനസ്സിൽ അങ്ങനെയുണ്ടെങ്കിൽ ഒരിക്കലും തമാശ പോലെ പറയില്ലല്ലോ. നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകളെല്ലാം ഭാഗ്യവതികളാണ്. സ്നേഹസമ്പന്നരായ ഭർത്താക്കന്മാരാണ് അജുവും സഹോദരന്മാരും. നമ്മുടെ ആ ജഗതിയും ഉണ്ണിമേരിയുള്ള സിനിമയില്ലേ, പാലക്കാടത്തെ പലചരക്കാരൻ ആലോചിച്ചു വന്നതായിരുന്നു. ഗൃഹപ്രവേശം അല്ല, എല്ലാത്തിനും പറയുന്നത് അല്ല, എല്ലാവരും പറയണ്ടാവുന്നു. അതുകൊണ്ടാണല്ലോ സിനിമയിൽ പോലും അങ്ങനത്തെ. എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് ആകെപ്പാടെ 1 and only ചേട്ടനെല്ലാം ആകെ വന്നിട്ടുള്ളൂ. അത് കാരണം അല്ലെങ്കിൽ എനിക്കും പറയായിരുന്നു അല്ലേ. അടുത്തത് ശ്രീദേവി PS. തൃശ്ശൂരിൽ നിന്ന് വളരെ അകലെ, ഇവിടെ അമേരിക്കയിൽ. ഒരു വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് ഓഫീസിലെ പണിയൊക്കെ കഴിഞ്ഞു. ഇതെന്തിട്ട് ഡിക്റ്റേറ്റീവ് നോവല. തട്ടിക്കൂട്ട് ആഹാരം പാകം ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ പായസ വീഡിയോ കാണുന്ന പാവം ഞാൻ. ഫ്രിഡ്ജിൽ അമ്മ ഉണ്ടാക്കി തന്നുവിട്ട ചക്ക വരട്ടി അല്പം ബാക്കിയിരുന്നത് അജുവേട്ടൻ്റെയും സരിത ചേച്ചിയുടെയും ഭാഗ്യം. പക്ഷെ നാളെ ഞാൻ പായസം ഉണ്ടാക്കി കഴിക്കും. കോമ്പറ്റീഷൻ അല്ലാട്ടോ, കൊതി കാരണമാണ്. നിങ്ങളോടുള്ള സ്നേഹം. മലയാളം കീബോർഡ് ഡൗൺലോഡ് ചെയ്ത് അറിയിക്കുന്ന ഒരു പാവം സബ്സ്ക്രൈബർ. ഷോ, താങ്ക് യു, താങ്ക് യു. അവിടെ റോബസ്റ്റ് പഴല്ലേ കിട്ടുള്ളൂ. നേന്ത്രപ്പഴം കിട്ടില്ലേ? നീ പോകുമ്പോ നേന്ത്രപ്പഴം കൊണ്ടുപോക്കോ. അടിപൊളി നേന്ത്രപ്പഴം. ഞാൻ ഇങ്ങോട്ട് വരാണെങ്കിൽ ഞാൻ ഞാലിപ്പൂ, നമ്മുടെ ഇതില്ലേ, നമ്മുടെ ചങ്ങാലിക്കുടന്റെ പഴം വാങ്ങിച്ചു തരാം. ചങ്ങാലിക്കുട. അടുത്തത് ഇന്ദിര കെയർ. അതുകൊണ്ട് ഉണ്ടാക്കില്ലോ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇന്ദിര കെയർ. ധനീഷ് എത്ര നിഷ്കളങ്കനാണെന്ന് ആ ചിരി കണ്ടാൽ തന്നെ മനസ്സിലാവും. പാവം, ആരും പുള്ളിയെ ചൂഷണം ചെയ്യാതിരിക്കട്ടെ. കൊച്ചുറാണി ചേച്ചിയുടെ കുടുംബവും അതുപോലെ തന്നെ നല്ല മനുഷ്യർ. നിങ്ങൾക്ക് ഇതുപോലുള്ള ആൾക്കാരുമായി പരിചയപ്പെടാൻ ഇപ്പോൾ ധനീഷ് ഒരു നിമിത്തമായി. ഇതുപോലുള്ള നന്മകരമായ പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാനും പ്രേക്ഷകരുടെ മനസ്സിന് നവോന്മേഷം തരുന്ന വീഡിയോകൾ എന്നും ചെയ്യാനുമുള്ള ആയുരാരോഗ്യം ജഗദീശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അത് ശരിയാ. അത് അവനൊരു പ്ലാനും ഇല്ലാണ്ട് പെട്ടെന്നാണ് ആ വീഡിയോ എടുത്തോണ്ടിരിക്കും പറഞ്ഞത്. വേണമെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞോട്ടാ, മറ്റേ ചേറ്റുപുഴയ്ക്ക് അമ്മായിക്ക് കൊണ്ടുപോയി കൊടുത്തില്ല അതിൽ. ഈ വീഡിയോ കാണുന്നവർക്ക് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരെണ്ണം കൊടുക്കാമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, കാരണം അമ്മായിയുടെ അവിടേക്ക് തന്നെ ഒരെണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കണു.
പിന്നെ ഇനി വീണ്ടും വേണം, ബുദ്ധിമുട്ടാവോ നിനക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ? വലിയ കുഴപ്പമില്ല ചേച്ചി, അത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞത് അത്. അപ്പോൾ ആ കൊച്ചുറാണി ചേച്ചിക്കാണ് നറുക്ക് കിട്ടിയത്. അങ്ങനെ അവരെ വീട്ടിൽ പോകാനും കൊടുക്കാനൊക്കെ പറ്റി. അപ്പോൾ ആ കൊച്ചുറാണി ചേച്ചി വന്നതൊക്കെ കണ്ടുല്ലോ. അപ്പോൾ ആൾക്കാണ് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ചെരുപ്പ് തടഞ്ഞ് അവിടെ വീഴുകയും ചെയ്തു. ഞങ്ങളാണെങ്കിൽ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ട് വെച്ചപ്പോൾ ഈ ചേച്ചി പറഞ്ഞേ ആൾക്ക് വയ്യ, മേരി ചേച്ചിക്ക് വയ്യാണ്ടിരിക്കുകയാണ്, കുറേ അസുഖങ്ങളുള്ള ആളാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെയാണെങ്കിൽ ആൾക്ക് വേഗം തന്നെ വിളിച്ച് പറയാം ആളോട് വരണ്ടാന്ന്, നമുക്കിവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കയറി ആളെ കണ്ടോളാം എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്ക് അവർ പോന്നു, പുറപ്പെട്ടും കിട്ടും. അങ്ങനെ വരുമ്പോഴാണ് ഈ വീണ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും മെസ്സേജ് ഇടുന്നുണ്ട്, ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ലൂർദ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ ആദ്യത്തെ ദിവസം കൊണ്ടുപോയിട്ട് അവിടെ എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ എല്ലിനൊന്നും പറ്റിയിട്ടില്ല, പിന്നെ കുറവുണ്ടായിരുന്നു വേദന. പിന്നെ പിറ്റേ ദിവസം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും പിന്നെ നീരുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓർത്തോനെ കാണിച്ചു എന്ന് പറഞ്ഞു. വീണ്ടും എക്സ്റേ എടുത്തു. അപ്പോൾ എന്നിട്ടാ വേറെ എല്ലിനൊന്നും പ്രശ്നമില്ല, പക്ഷേ ലിഗ്മെൻറ്റിന് അങ്ങനെ എന്തോ മുട്ടിന് മുന്നേ കുഴപ്പമുള്ള ആളായിരുന്നേ. അങ്ങനെയൊക്കെ ഇപ്പോൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനൊരു വിഷമം കൂടി ഉണ്ടായി അവിടെ തന്നെ. അടുത്തത് ബിന്ദു സോമൻ. സരിത, എറണാകുളം ജില്ലയാണ് ഞാറയ്ക്കൽ. അവിടെ പെരിയാർ വെള്ളമാണ്, ആലുവാപ്പുഴയിലെ വെള്ളമാണ്. ഒന്നും പറഞ്ഞില്ലല്ലോ ഒന്ന് കാണുവാൻ. എൻ്റെ വീടിൻ്റെ അടുത്ത് കൂടി പോയത്. സരിതയോട് വഴക്കാണ്, മിണ്ടില്ല. അജുവേട്ട ഫിൽറ്റർ സൂപ്പർ. സരിതയുടെയും അജുവേട്ടൻ്റെയും സ്നേഹമാണ് നിങ്ങളുടെ വിജയം. അപ്പൊ ഞാറയ്ക്കൽ അടുത്താണല്ലോ നായരമ്പലം. ഞാറയ്ക്കൽ എവിടെയാ ബിന്ദു സോമന്റെ വീട്? അതിൽ കൂടെയാണ് നമ്മൾ പോയത്. പോണ വഴിക്കാവും. നമ്മൾ വന്ന വഴി മറ്റേ എന്നിട്ടാ ആ ബീച്ചിന്റെ പേര് ചെറായി ബീച്ച്. ചെറായി, ഞാറയ്ക്കല്, അങ്ങനെ പോകുന്നത്. അങ്ങനെ എനിക്കറിയില്ല വഴികളെ കുറിച്ച്, ഞാൻ പോയി വന്നു, അത്ര തന്നെ അറിയുള്ളൂ. അടുത്ത ശ്രുതി ഗിരീഷ്. ഈ വീഡിയോ എനിക്ക് മുഴുവൻ കാണാൻ തോന്നുന്നില്ല, കാരണം എനിക്കും വേണം എന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫിൽറ്റർ എനിക്ക് സമ്മാനം കിട്ടാൻ വേണ്ടിയല്ല, നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം. അത്ര ഇഷ്ടമാണ് നിങ്ങളെ. വർഷങ്ങളായി നിങ്ങളുടെ വീഡിയോ മാത്രമാണ് ഞാൻ മുടങ്ങാതെ കാണുന്നത്. ഹസ്സിന് വീഡിയോസ് ഒന്നും കാണുന്നത് ഇഷ്ടമല്ല. നിനക്ക് വട്ടുണ്ടോ ഇതൊക്കെ കാണാൻ എന്ന് പറഞ്ഞു വരും. ഞാനും ഹസ്സും അതിന് ചെറിയ വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ കാണുന്നത് ഹെഡ്സെറ്റ് വെച്ചിട്ടാണ്. ശരിയാ, ചിലർക്ക് അരോചകമായിട്ട് തോന്നും ഞങ്ങളുടെ ഈ കലബല കേൾക്കുമ്പോൾ. വീട്ടിൽ വന്ന് കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഹസ് കൊണ്ടുപോകില്ലല്ലോ. എനിക്ക് സിനിമ ആക്ടേഴ്സിനെ കാണണമെന്നില്ല, പക്ഷെ നിങ്ങളെ കാണണമെന്നുണ്ട്. പറ്റുമോ ആവോ? ഞാൻ വീട്ടിൽ എന്നും ആലോചിക്കും ഇപ്പോൾ നിങ്ങൾ എന്തായിരിക്കും അവിടെ ചെയ്യുന്നതെന്ന്. അത് ഞാൻ ആലോചിക്കാറുണ്ട് ഇടയ്ക്ക്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കുറേ പേര് ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് ചെതറിയെടുക്കല്ലേ, അവരിപ്പോൾ എന്ത് ചെയ്യായിരിക്കും, അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട്. പിന്നെന്താണ്, ഇപ്പോൾ നിങ്ങളുടെ വീടും പരിസരവും കൃഷിയും തോട്ടവും മരങ്ങളും മുറ്റവും ഇരിപ്പിടവും കുടിലും കുളവും ചെടികളും എല്ലാം ഞാൻ എപ്പോഴും ഓർക്കും. നിങ്ങൾ എൻ്റെ വീട്ടിൽ വരുന്നത്, സംസാരിക്കുന്നത്, ഭക്ഷണം തരുന്നത് എല്ലാം ഞാൻ മനസ്സിൽ കാണും. തൃശ്ശൂർ പോയപ്പോൾ ഒല്ലൂർ നെയിൻ ബോർഡ് കണ്ടപ്പോൾ നിങ്ങളുടെ വീട് ഇവിടെ അല്ലേ എന്ന് ഞാൻ ഓർത്തു. റോഡിൽ നിങ്ങൾ ഉണ്ടാകുമോ എന്ന് കയറി ഞാൻ കണ്ണുകൊണ്ട് പരതി നോക്കി, കണ്ടില്ല. എപ്പോഴെങ്കിലും കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ വീഡിയോ കണ്ടുകൂട്ടാ. അല്ല, തുടക്കം തന്നെ എഴുതിയിട്ടുണ്ട്, ഈ വീഡിയോ കാണാൻ തോന്നണില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് ലാസ്റ്റ് പറഞ്ഞേക്കുന്നത്. എവിടെയാണ് നമ്മുടെ വീട് പറഞ്ഞിട്ടില്ല അല്ലേ? ശ്രുതി ഗിരീഷിന്റെ വീട് എവിടെയാണെന്ന് പറയൂ, ഞങ്ങള് വരും. അതിലെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങള് വരും. അതന്നെ, ഹസ്ബൻഡിനെ നമുക്ക് ചാക്കിലാക്കാം. അതന്നെ, അടിച്ച് ചാക്കിലാക്കാം. മറ്റേ സിനിമയിൽ ശരിക്കും അടിച്ചിട്ടല്ലാട്ടാ, മറ്റേ സോപ്പിട്ട്. പിന്നെ ആളായിരിക്കും നമ്മുടെ വീഡിയോ കൂടുതൽ കാണും. അതെ. അടുത്തത് ഹേന തലശ്ശേരി. പാവം അജുവിനെയും സരിതക്കുട്ടീനെയും കാണാൻ വേണ്ടി വന്ന കൊച്ചുറാണി ചേച്ചിയുടെ സിസ്റ്റർ കാണാൻ വരുമ്പോൾ വീണെന്ന് കേട്ടപ്പോൾ വളരെ സങ്കടം ഉണ്ടായി. പാവം ചേച്ചി, ആ വയ്യാത്ത ചേച്ചി നിങ്ങളെ കാണാൻ വന്നതല്ലേ, അവർക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് അന്വേഷിച്ച് നോക്കിയോ സരിത? അന്വേഷിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അന്വേഷിക്ക്. എല്ലാ ദിവസവും മെസ്സേജ് ഇടുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് കേട്ടാ. അടുത്തത് സുമം. ഏതോ നാട്ടിലുള്ള ഏതൊക്കെയോ ആളുകൾ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം അടുപ്പമൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഒരിക്കൽ പോലും നേരിൽ കാണാത്ത എത്രയോ ആളുകളുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. ജീവിതത്തിൽ ചിലർക്ക് മാത്രം കിട്ടുന്ന അപൂർവ ഭാഗ്യമാണത്. എന്നെങ്കിലും നേരിൽ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഈ വീഡിയോ കണ്ടപ്പോൾ ഞാനും വെറുതെ അങ്ങ് സങ്കല്പിച്ച് നോക്കി നിങ്ങൾ എൻ്റെ വീട്ടിൽ വരുന്നത്. പിന്നെ നമ്മൾ വരില്ലോ. അങ്ങനെ ഒരു സെഗ്മെന്റ് വെച്ചാലോ, ഓരോ സബ്സ്ക്രൈബറിൻ്റെ വീട്ടിൽ അല്ലേ, ഇങ്ങനെ ഒരു റൂട്ട് ഇങ്ങനെ പോവുക. നമുക്ക് ഇങ്ങനെ യാത്രകളും അതൊന്നും പറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പഠിക്കണ ഒരു മോനുണ്ടല്ലോ, അവൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ്റെ സ്കൂള് ഇപ്പോൾ അവൻ ആനുവൽ എക്സാം നടക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ യാത്രകൾ ഇനിയിപ്പോൾ നമുക്ക് പറ്റുക ഈ ഏപ്രിൽ മെയ്യാണ്.
അതാണെങ്കിൽ ഒടുക്കത്തെ ചൂടുമാണ്. അപ്പം ഇനി തണുപ്പുള്ള വല്ല സ്ഥലങ്ങളിലേക്ക് പോവാ അല്ലേ? ഊട്ടിയിലേക്ക് പോയാലോ? ഊട്ടിയിലേക്ക് പോയിട്ട് സരിതയ്ക്ക് അവിടെ പിന്നെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞ കൊല്ലം നമ്മൾ പോയത് ഏത് സമയത്താ? ഈ സമയത്താ പോയേ? ഈ വേനൽക്കാലത്താ പോയേ? അവിടെ മഴ പെയ്തില്ല സമയത്ത്. ആ, നമ്മൾ ഏത് മാസത്തിലാണ് പോയത്? ജഗുന് സ്കൂൾ കൂട്ടിയ സമയത്താണോ? ഓർമ്മയില്ല. ഷാ ആൻഡ് ഡിയർ അജു ആൻഡ് സരിത, എല്ലാവർക്കും നിങ്ങൾ ഡിയേഴ്സ് ആണ്. അത് നിങ്ങളുടെ നിഷ്കപട ബിഹേവിയർ തന്നെ എന്ന് നിസ്സംശയം പറയാം. എനിക്ക് അസൂയ തോന്നാണോ നിങ്ങളോട്? സെലിബ്രിറ്റികളെക്കാൾ അതുക്കും മേലെ ഏഞ്ചൽസ് ഓൺ എർത്ത്. അയ്യോ, എന്നും അങ്ങനെ തന്നെ ആവട്ടെ. നിങ്ങളുടെ രൂപത്തിൽ ചെറിയ ഡിഫറൻസ് വന്നെങ്കിലും സംസാര മാനറിസം എല്ലാം ആസ് യൂഷ്വൽ. 5-6 ഇയേഴ്സ് മുമ്പുള്ള സെയിം. അജുവിൻ്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരം പോലും. എനിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അങ്ങനെ വരാൻ തുടങ്ങിയാൽ നിങ്ങൾ പെട്ടുപോകില്ലേ? നിങ്ങളുടെ വാല്യുബിൾ ടൈം വേസ്റ്റ് ആക്കുന്നില്ല. മണി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ടൈമും. ധനീഷിനെ വിളിക്കാം, എല്ലാവരും കൂടി കണ്ണൂർ ട്രിപ്പ് പോയോ? 1-2 വ്ളോഗിനുള്ള കണ്ടൻസ് സെറ്റാക്കാം. പ്രയേഴ്സ് ആൻഡ് റിഗാർഡ്സ് ടു ജഗ്ഗു കുട്ടൻസ് എക്സാം. എനിവേ കൺഗ്രാറ്റ്സ് എവരിബഡി. ആ പറഞ്ഞ പോലെ നമുക്ക് കണ്ണൂർക്ക് പോയിരുന്നു അല്ലേ? പറശ്ശിനിക്കടവ് അവിടേക്കൊക്കെ തലശ്ശേരി ബിരിയാണി കഴിക്കണം. തലശ്ശേരിക്കും വരാൻ കുറേ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, ഇതിൽ നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കൊച്ചുരാണി ചേച്ചിയുടെ വീട്ടിൽ പോയി. അവിടെ ഇപ്പോൾ ഞങ്ങളവിടുത്തെ കുടുംബക്കാരായി. ഇനിയിപ്പോൾ അവരിപ്പോൾ ഇങ്ങോട്ട് വന്നോ, അവരിവിടുത്തെ കുടുംബക്കാരായി. അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു മഹാഭാഗ്യം ഞങ്ങൾക്കുണ്ട്. അതായത് ഇവിടെ ഒരു അപരിചിതത്വം അല്ലാതെ അവർക്ക് അറിയാം. അതേപോലെ തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് ചെന്നാലും അവിടെയും ഒരു അപരിചിതത്വം വരുന്നില്ല. അല്ല, അവർക്ക് അങ്ങനെയല്ല ചേട്ടാ. ഇങ്ങോട്ട് വരുന്നവർക്ക് ഇപ്പൊ അടുക്കളയിൽ പോയിട്ട് അവരെന്നെ എടുത്ത് ചിലപ്പോ വെള്ളം കുടിക്കലും ഒക്കെ ചെയ്യുന്നു. ഇങ്ങോട്ട് വരുന്നവർക്കേ എല്ലാതും ഭയങ്കര പരിചയാ. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകുമ്പോ ആ വീടിന്റെ പരിചയത്തല്ല, അവരുമായിട്ടുള്ളതല്ല പറഞ്ഞത്, അവിടെയുള്ള ആളുകളായിട്ട്. അവിടെ എത്തണ വരെ എനിക്കിങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു രൂപം ഉണ്ടാവും. ഇപ്പോൾ ഓരോ കമന്റും വായിക്കുമ്പോൾ ഓരോരുത്തരുടെ രൂപം എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരും കേട്ടാ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അതുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. കൊച്ചുറാണി ചേച്ചിയുടെ ഏകദേശം ഞാനൊരു വിചാരിച്ച പോലത്തെ ഒരു രൂപം തന്നെയായിരുന്നു ആ ചേച്ചിക്ക്. അടുത്തത് ഏഞ്ചലോ. ശരിയാണ് ആ ചേച്ചി പറഞ്ഞത്, അജുവിനെ കണ്ടാൽ അവരോട് മിണ്ടിയാൽ തന്നെ അസുഖം മാറും. ആ ചേച്ചി പറയണ്ടല്ലോ, നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ അസുഖമൊക്കെ മാറിയെന്ന്. ആളുടെ വീണിട്ട് വേദനയും ബുദ്ധിമുട്ടൊക്കെ. NEX, എനിക്ക് ശരിക്കും ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ കരച്ചിൽ വന്നു. എനിക്കും അജുവേട്ടൻ എൻ്റെ ഏട്ടനാണ്. അത് മറ്റുള്ളവർക്ക് എത്രമാത്രം മനസ്സിലാക്കാൻ പറ്റും എന്നറിയില്ല. ആ ചേച്ചി അജുവേട്ടനോട് കൂടപ്പിറപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു. അച്ഛൻ്റെ ഏട്ടന്മാരുടെ ഒക്കെ സ്നേഹം ഒക്കെ എനിക്ക് അത്രമാത്രം വിലപ്പെട്ടതാണ്. അജുവേട്ട, സരിത, ജഗ്ഗു. സന്തോഷം. അടുത്തത് മാലിക് MV. അടുത്ത കമൻറ്റ് വായനയിൽ എൻ്റെ പേര് കൂടെ പറയാമോ? 6 വർഷമായി ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. പറഞ്ഞു മാലിക് എന്നാണ് പേര് അല്ലേ? അടുത്തത് അമ്പിളി സുരേഷ്. അജു, സരിത, ഞാൻ കുറച്ചുനാൾ മുൻപ് വിളിച്ചിരുന്നു. അജുവിൻ്റെ അമ്മയുടെ കൂട്ടുകാരിയാണ് എൻ്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞ്. മോനെയും കൂട്ടി നിങ്ങളെ കാണാൻ വരാനിരിക്കുകയായിരുന്നു. മോൻ എറണാകുളത്ത് പഠിക്കുകയാണ്. അവൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളെ കാണാൻ അമ്മയ്ക്കാണ് ധൃതി. ഇപ്പൊ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണ്, തീരെ വയ്യ. മോനാണെങ്കിൽ തിരിച്ചു പോവുകയും ചെയ്തു. അമ്മയ്ക്ക് സുഖമായിട്ട് മോൻ വന്നാൽ ഞങ്ങൾ ഒരു ദിവസം വിളിച്ചിട്ട് നിങ്ങളെ കാണാൻ വരും. അന്ന് ഫോൺ ചെയ്തിട്ട് അജുവിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ എന്താ പറയേണ്ടതെന്ന് മറന്നുപോയി. ആകെ ഒരു പരാക്രമമായി. സന്തോഷം കൊണ്ട് വൈകാതെ കാണാമെന്ന് പ്രതീക്ഷയോടെ അമ്പിളി സുരേഷ്. എവിടെ വീട്? ആ, ഇവിടെ അടുത്താ. അമ്മയുടെ കൂട്ടുകാരിയാണ്. മീന ശ്രീധരൻ. കുറുക്കഞ്ചേരി പൂരത്തിന് മുൻപ് അമ്പലത്തിൽ പൂര പരിപാടികൾ ഉണ്ടാവും. കൊടി കയറി 7 ദിവസം പരിപാടി. പൂയത്തിന്റെ ഒരാഴ്ച മുന്നേ, കൃത്യം ഒരാഴ്ച മുന്നേ കൊടി കയറും. അങ്ങോട്ട് പരിപാടി, നാടകം, ബാലെ, ഗാനമേള. അപ്പൊ വീട് രാജപ്പന്റെ കഥാപ്രസംഗം കേൾക്കാൻ രാത്രി പോകാറുണ്ട്. നല്ല രസമാണ്. തിരക്ക് അജു പറഞ്ഞ പോലെ തന്നെ. അടുത്ത് മുല്ല ഷിബീർ. ഒരു പിടക്കോഴിയെ ആരോ കല്ലെറിഞ്ഞു, കാലൊടിച്ചു. ഇതിന്റെ പ്രതിഷേധമായി എല്ലാ കോഴികളും അണിനിരന്നു. ഒരു പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. ഒരു വിപ്ലവ ഗാനം പാടിയായിരുന്നു ആ പ്രതിഷേധ ജാഥ. ജാഥയിലെ മുദ്രാവാക്യ ഗാനം: ചികയാൻ ഞങ്ങൾക്ക് മനസ്സില്ല, പുലർച്ചയ്ക്ക് കൂവാൻ മനസ്സില്ല, ജനകോടികളുടെ കൺമുന്നിൽ ഇനി മുട്ടയിടാനായി മനസ്സില്ല, ഇനി മുട്ടയിടാനായി മനസ്സില്ല. അയ്യോ, ഇനിയുണ്ട് പാട്ട്. അവിടെ വരെ ട്യൂണിങ് അറിയുള്ളൂ. കോഴികൾ ഞങ്ങളുടെ മുട്ട കഴിച്ച് തടിച്ചു,
കൊഴുത്തൊരു മാനവരെ ഇനി മുട്ടകൾ കിട്ടത്തില്ല, ഇനി ഞാൻ മുട്ടയിടത്തില്ല. അതിന്റെ ട്യൂൺ കിട്ടാ എനിക്ക് ഓർമ്മയില്ല. കോഴികൾ ഞങ്ങളുടെ മുട്ട കഴിച്ചു തടിച്ചു കൊഴുത്തൊരു മാനവരെ ഇനി ഈ മുട്ടകൾ കിട്ടത്തില്ല, ഇനി ഞാൻ മുട്ടയിടത്തില്ല. വരുന്നു ഞങ്ങൾ മുട്ടത്തീനികളെ, വരുന്നു ഞങ്ങൾ. ചികയുന്ന സുന്ദരിയിലത്തെ പാട്ടാണ്. കോഴിമുട്ടയും കോഴിയും കാണുമ്പോൾ മനസ്സിലോടിയെത്തുന്നത് വി ഡി രാജപ്പനെയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഓർമ്മിച്ചതിൽ വളരെയധികം സന്തോഷം. ഇനി ഞാൻ മുട്ട ഇങ്ങനെയൊന്ന് പുഴുങ്ങി പരീക്ഷിച്ച് കളയാം. ഗിരീഷ്, അജുവേട്ടാ സരിതേച്ചി എനിക്ക് 5 മിനിറ്റിലാണ് ടേസ്റ്റ്. കറക്റ്റ് ജഗ്ഗു പറയണം 3 മിനിറ്റ് ആണെന്ന്. അപ്പോൾ 3 മിനിറ്റ് ആണെന്ന് പലരും പറയുന്നുണ്ട്. അതായത് സാധാരണ പോലെ വെള്ളത്തിൽ ഇട്ടിട്ട് തന്നെ വെക്കുക, തിളയ്ക്കുമ്പോൾ ഇടരുത്, അല്ലാണ്ട് തന്നെ വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് തിളച്ചിട്ട് കൃത്യം 3 മിനിറ്റിൽ ഓഫാക്കുക. എന്നിട്ട് കുറച്ച് സമയം ആ വെള്ളത്തിൽ തന്നെ അങ്ങനെ തന്നെ വെച്ചിട്ട് എടുക്കുക. അപ്പോൾ കറക്റ്റാണ്. അടുത്ത് സോണി ജി, എൻ്റെ അജു ഇജാതി പരീക്ഷണം വേറെ ലെവൽ. തോമസ് ആൽവ എഡിസൺ അജുവിൻ്റെ ആരായിട്ട് വരും? ഒരു കാര്യം ചെയ്യൂ, നിങ്ങളൊരു ഫാമിലി പാട്ട് മത്സരം പോലെ ഒരു വീഡിയോ എടുക്കൂ. സെക്കൻഡ് ഹാഫ് പാരഡി കോമ്പറ്റീഷൻ, മേ ബി അറൗണ്ട് ആൻ ഈവനിങ് ടീ സെഷൻ. വീഡിയോ വിൽ ബി ഗുഡ് വ്ളോഗ് ഫോർ ഓൾ ഓഫ് അസ് ടു എൻജോയ്. പിന്നെ ആ മുട്ട കട്ട് ചെയ്ത നൂലില്ലേ, അത് കളയണ്ടാന്ന്, അജൂസ് മ്യൂസിയത്തിൽ വെക്കാമെന്ന്. അടുത്തത് സിനി ശ്രീ ഈസി കിച്ചൻ. ആദ്യം പുഴുങ്ങിയ മുട്ടയുടെ വേവാണ് ഇവിടേക്ക് ഇഷ്ടം. 2 മിനിറ്റിൽ കൂടുതൽ നാടൻ മുട്ട വെന്താൽ ടേസ്റ്റ് ഇല്ലെന്നാണ് ഇവിടുത്തെ കണ്ടുപിടുത്തം. ചിലവർക്ക് അതായിരിക്കും ഇഷ്ടം, ഇങ്ങനെ പുളിപ്പുളിന്ന് ഇരിക്കില്ലേ, വേവാണ്ട്, അതായിരിക്കും ഇഷ്ടം. ചോറ് വേവിക്കുന്ന ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും കോരി എടുക്കും ചിലർ. തിളച്ച ഇതിലേക്ക് എടുത്തിട്ട് പൊട്ടിച്ച് അങ്ങനെ ചിലർ കുരുമുളക് പൊടിയും ഇതിട്ടിട്ട് ചൂടാക്കി അങ്ങനെ കഴിക്കും. അടുത്തത് രാവുണ്ണിക്കുട്ടി. ഹായ് അജു, സരിത, ജഗു, 2 പേരുടെയും പാട്ട് സൂപ്പറായിട്ടോ. പിന്നെ കമൻറ്റ് വായനയിൽ സരിത പുറം കഴിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അജു പറഞ്ഞു അത് കുഴപ്പമില്ലെന്ന്. അപ്പോൾ അജുവിനെ സരിത ഒന്ന് നോക്കിയപ്പോൾ പുറം തടവിയിട്ട് കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട് ഞങ്ങൾ കുറേ ചിരിച്ചു. അങ്ങനെ ഉണ്ടായാ? അതൊന്നും ചേട്ടൻ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ അപ്പോൾ ആ വീഡിയോയിൽ? ഞാൻ പുറം കളിക്കണമെന്ന് പറഞ്ഞിട്ട് കസേരയിൽ ഇരുന്നിട്ട് വായിക്കുമ്പോൾ സുഖം, നമ്മൾ ഇടയ്ക്ക് ചാരിയിരിക്കുമല്ലോ. അവിടെ ഇറയത്തിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചാരാണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുമ്പോഴേ കുറച്ച് കഴിയുമ്പോൾ പുറം കളിക്കും. എനിക്കാളെ പേര് ഭയങ്കര ഇഷ്ടമായിട്ട്, രാവുണ്ണിക്കുട്ടി. ഇത് ചേച്ചിയാന്ന് തോന്നുന്നുണ്ട്, ആളുടെ ഭാര്യ തോന്നുന്നു ഇടണേ. അടുത്ത് ദർശന പ്രദീപ്. ഇന്ന് ലേറ്റ് ആയപ്പോൾ എന്ത് പറ്റിയാവോ എന്ന് വിചാരിച്ചു. അജു നന്നായിട്ട് പാടി. കാഷ്ലി പാടിയപ്പോൾ ക്യാമറ കോൺഷ്യസ് അല്ലാതെ നന്നായിട്ടുണ്ട്. സരിത പിന്നെ പറയണ്ട, ജസ്റ്റ് ലവ് യുവർ സിംഗിങ്. മുട്ട വെള്ളത്തിലിട്ടപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഒരു മുട്ട പൊട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ദിവസം നമ്മള് ഇപ്പൊ എല്ലാവരും പാട്ടുപാടി ഉറപ്പിക്കുന്നുണ്ടല്ലേ. ചില ദിവസം നെറ്റ് അല്ല, ഞാൻ അതിൻ്റെ വൈകുന്നുണ്ട്, നെറ്റ് ഭയങ്കര സ്ലോ ആവും. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ 17 GB 18 GB 20 GB ഒരു വീഡിയോ 4K ആണല്ലോ. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് കണ്ടമാന സമയം പിടിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ചില സമയത്ത് ഭൂം തന്നെ പോവും. ഇപ്പോൾ ഇന്നേ തന്നെ നാളത്തേക്കുള്ള വീഡിയോ സെറ്റാക്കിയെന്ന് വിചാരിക്കും. എഡിറ്റിങ്ങും എല്ലാതും കഴിഞ്ഞു, ഇപ്പോൾ വേഗം കഴിഞ്ഞു. ചിലപ്പോൾ 2 ദിവസം മുന്നൊക്കെ എടുത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടാവും. നമുക്ക് സമയമൊക്കെ കിട്ടുകയാണെങ്കിൽ മുന്നേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗമാവും. ഇതിപ്പോൾ നാളെ ഇടേണ്ട വീഡിയോ തിക്കും തിരക്കും കൂട്ടി ഇന്ന് വൈകുന്നേരം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്തിട്ട് നാളെ നേരം വെളുക്കുമ്പോഴാവും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ വിചാരിക്കും നമ്മൾ 9 മണിയാകുമ്പോഴത്തേക്കല്ലേ, 2-3 മണിക്കൂറുണ്ടല്ലോ, അത് അപ്ലോഡ് ആയിക്കോളുന്നു. അപ്പോൾ ആവില്ല, അത് അങ്ങനെ നിൽക്കും. ചില സമയത്ത് അങ്ങനെയാണ്. GB കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ HD വളരെ ഈസി ആയിട്ട് കയറിപ്പോകും. അടുത്തത് ഉല്ലാസൻ VK. അജൂസ് പാടിയ പാട്ട് പാടിയിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ അതിൽ ചെറിയ മാറ്റമുണ്ട് എന്ന് മാത്രം. അവറാൻ്റെ വീട്ടിൽ മുട്ടയിട്ടു എന്നല്ല, അയലത്തെ വീട്ടിൽ മുട്ടയിട്ടു എന്നാണ് വരി. പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. സരിതയ്ക്ക് അത് അറിയാത്തത് കൊണ്ടാവും സരിത ഇങ്ങനത്തെ പാട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. തിരിച്ചു പറയാൻ പറ്റില്ല. എന്നിട്ടാണ് ആശാന്റെ കോഴി അവറാന്റെ വീട്ടിൽ അവരാരുമറിയാതെ മുട്ടയിട്ടു. അവറാന്റെ വീട്ടിൽ നിന്നല്ലാന്ന്, അയലത്തെ വീട്ടിൽ നിന്നാണ്. അവരാരും അറിയാതെ മുട്ടയിട്ടു. അങ്ങനെയാണ് ഇത്ര ശരിക്കുള്ള വരി. അടുത്തത് റിതം ഓഫ് നേച്ചർ. പണ്ട് ഒരു മുട്ടയ്ക്ക് വേണ്ടി കാത്തിരുന്നു, അങ്ങനെ ആ മുട്ട കിട്ടി. അത് വേവിച്ച് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഈ മുട്ടകൾക്ക് ഉണ്ടോ അജുവേട്ടാ? ഒരിക്കലില്ല. അത് എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അല്ലേ പണ്ട് കോഴിമുട്ട. 5 മാസം 4 മാസം കൂടുമ്പോഴാണ് ഒരെണ്ണം കിട്ടുക. ഞാൻ അങ്ങനെ വിചാരിക്കും, ഒരു പ്ലേറ്റ് നിറച്ചൊരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് ഒക്കെ പഠിക്കണം ആ ഒരു പ്രായത്തിലൊക്കെ കേട്ടാ. അപ്പോഴൊക്കെ എനിക്ക് മുട്ട പുഴുങ്ങിയതെന്നൊക്കെ പറഞ്ഞാലേ കൊതിയായിരുന്നു. എവിടെ നിന്നാ കിട്ടാൻ?
മുട്ട പുഴുങ്ങിയിട്ട് കൂട്ടാനാണ് വെക്കുക, വല്ലപ്പോഴും കൊല്ലത്തിലൊരിക്കൽ. അതന്നെ ഒരു മുട്ടേനെ ഇങ്ങനെ കഷ്ണാക്കും, ഇങ്ങനെ കഷ്ണാക്കും, അങ്ങനെ 4 കഷ്ണാക്കിയിട്ട് ഒരു 1/4 ഭാഗമാണ് നമുക്ക് കിട്ടുക. അത് മുട്ട പുഴുങ്ങിയിട്ട് വേറെ വെച്ചിട്ടുണ്ടാവും, കൂട്ടാൻ വേറെ വെച്ചിട്ടുണ്ടാവും. മീൻ കൂട്ടാൻ വെക്കണ പോലെയാണ് വെക്കുക, നാളികേരമൊക്കെ അരച്ചിട്ട് കുറേ ചാറാക്കിയിട്ട് കുറേ കൂട്ടാൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പിഞ്ഞാണത്തിൽ ഈ നമുക്ക് വിളമ്പി തരുമ്പോൾ ഈ 1/4 ഭാഗം കഷ്ണമില്ലേ അത് വെക്കും, അതിലേക്ക് ചാറ് വെച്ചിട്ട് തരാം. അപ്പോൾ അതങ്ങോട്ട് തിന്നുമ്പോഴേ നമുക്കിങ്ങനെ പതുക്കെ തിന്നും, കഴിയില്ലേ വേഗം തിന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഒരു പ്ലേറ്റ് നിറച്ച് ഇങ്ങനെയൊക്കെ സ്വപ്നത്തിലൊക്കെ ഞാൻ സങ്കല്പിക്കും, വെറുതെ ഒരു കിണ്ണത്തിൽ നിറച്ച് മുട്ട പുഴുങ്ങിയത് എൻ്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടയ്ക്കുന്നു, ഞാൻ ഓരോന്നോരോന്നെടുത്ത് തിന്നുന്നു. അങ്ങനെയൊക്കെ എന്തോരം തിന്നാലും മതിയാവില്ല, അങ്ങനെയൊക്കെ വിചാരിക്കും. ഇപ്പോൾ ഇഷ്ടംപോലെ മുട്ടയുണ്ട്, അപ്പോൾ വേണ്ട. ഇനിയും ഉണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. പാട്ടും നല്ലതായിരുന്നു, ആ പാട്ടിൻ്റെ പാരഡിയും സൂപ്പർ. നല്ല പാട്ടിൻ്റെ പാരഡി കേൾക്കാനും നല്ല രസമാണ് അല്ലേ. അടുത്തത് രോഷിനി. പ്രഷർ കുക്കറിൽ മുട്ട ശരിക്കും വേവിക്കാൻ പാടില്ല. എൻ്റെ സിസ്റ്ററിൻലോ പറഞ്ഞു. അവർ റെസ്റ്റോറൻറ്റ് നടത്തുന്നവരാണ്. നമ്മൾ മുട്ടയും വെള്ളവും ഒന്നിച്ച് വെക്കും. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്തിടും. ആ വെള്ളം തണുക്കുന്നത് വരെ മുട്ട അതിലിടും. അതാണ് പരുവമെന്ന് പറയും. തിളച്ച വെള്ളത്തിൽ മുട്ട ഇട്ടാൽ മുട്ട പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വെള്ളവും മുട്ടയും ഒന്നിച്ച് വയ്ക്കണമെന്ന് പറയുന്നത്. പിന്നെ പ്രഷർ കുക്കറിൽ മുട്ട വേവ് ഓവറാകും. അത് മുട്ട ദഹിക്കാൻ സമയമെടുക്കും. ആ വേവ് കൂടുമ്പോൾ അതിന് ബലം വയ്ക്കില്ലോ, റബ്ബർ പോലെ. മുട്ടയുടെ വെള്ളയുടെ ഒക്കെ ടേസ്റ്റ് പോവും. ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവുന്നു ചിലവർക്ക്. ലീന രാധാകൃഷ്ണൻ. അജു ഒരു സയൻറ്റിസ്റ്റ് ആവേണ്ടതായിരുന്നു, എന്താണാവോ ഇങ്ങനെ ആയിപ്പോയതെന്ന്. കവിതായൻ. അജു ചേട്ടാ സരിത, മുട്ട പുഴുങ്ങിയത് തൊലി കളഞ്ഞ് സ്പൂൺ ഉള്ളിലേക്ക് ആക്കി ചുറ്റിച്ചാൽ മതി. ഒരു വീഡിയോയിൽ കണ്ടതാണ്. പിന്നെ വിനെഗർ ചേർത്താൽ മുട്ട പൊട്ടിയാലും പതഞ്ഞു വരില്ല. അതന്നെ കുറേ കാര്യങ്ങൾ ഈ കമന്റിൽ കൂടെ നമുക്ക് കിട്ടും, കുറേ പേര് അറിവുകൾ. അതന്നെ കാരണം ഇപ്പൊ എനിക്കുള്ള അറിവല്ല ഇപ്പൊ കവിതയ്ക്കുണ്ടാവുക, കവിതയ്ക്കുള്ള അറിവല്ല സരിതയ്ക്കുണ്ടാവുക, അതാ അറിവല്ല ലീന രാധാകൃഷ്ണൻ ചേച്ചിക്കുണ്ടാവുക. എന്തെല്ലാം അറിവുകളെ നമുക്ക് കിട്ടണമെന്നറിയും. അടുത്ത് ഷിൻഡോ CV. ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എല്ലാം ആക്ഷൻ പ്ലേയിലൂടെ കാണിക്കുന്ന അജു ചേട്ടൻ ഇന്ന് പഴയകാലത്തെ കോഴി മുട്ടയിടുന്ന കഥ പറഞ്ഞു. ആ പുല്ലിൻ്റെ മുകളിൽ ഒരു പ്ലേ പ്രതീക്ഷിച്ചാലേ ഞാൻ ബ്ലിങ്കസിയ ആയി. പിന്നെ മുട്ട തിളച്ച വെള്ളത്തിലേക്ക് ഇടരുത്, അതിൻ്റെ തോട് പൊട്ടും. എല്ലാ വീട്ടിലും കാണുമല്ലോ അനുസരണയില്ലാത്ത 1-2 പിള്ളേർ, അങ്ങനെ കണ്ടാൽ മതി. പിന്നെ ഞാനും ചെറുതായിരിക്കുമ്പോൾ ഇതുപോലെ കോഴി മുട്ടയിട്ട് ആ കോഴീനെ അവിടെ ഇരിക്കാൻ സമ്മതിക്കാതെ അപ്പം തന്നെ അതിനെ എഴുന്നേൽപ്പിച്ച് വിട്ട് ആ മുട്ട എടുത്ത് ചൂടോടെ പൊട്ടിച്ച് പച്ചയ്ക്ക് കുടിക്കുമായിരുന്നു. അതൊക്കെ ഒരു കാലം. അവസാനം കപ്പലണ്ടി പെറുക്കി തിന്നുന്ന ലാഘവത്തിൽ ആ മുട്ട തിന്നപ്പോൾ എനിക്കും കൊതി തോന്നി. വീഡിയോ നന്നായി, നല്ലത് മാത്രം വരട്ടെ. കുറേ ഓർമ്മകൾ ഓരോരുത്തർക്ക് ഇങ്ങനത്തെ പറയുമ്പോൾ ഉണ്ടാവും കുറേ. അടുത്തത് ഷൈനി വിക്ടർ ജോസഫ്. ചേട്ടായി ഇത്രയും വേണ്ടായിരുന്നു. മുട്ട കൊതിയൻ ബ്രോ, പാവം. അത്ര മുട്ട ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ. സരിത ആൻഡ് മോൻ 8 ലിറ്റിൽ, റെസ്റ്റ് അതർ ഓൾ ചേട്ടൻ 8 ആൻഡ് ലിറ്റിൽ ഗേവ് ടു യുവർ വർക്കർ ദാറ്റ് ഓൾസോ സ്ക്രാച്ച്ഡ് ഫ്രം ദ പ്ലേറ്റ് ബ്രോ. സരിത വാസ് ഓൾസോ ഫീലിംഗ് ഗിൽറ്റി സീയിങ് അജു ചേട്ടൻസ് ഗ്രീഡിനെസ്. അതായതേ ചേട്ടന് കുറേ മുട്ട ഇഷ്ടം പോലെ ഉണ്ട്, എന്നിട്ട് എല്ലാ മുട്ടയും തിന്നു, എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് പണിക്കാർക്ക് കൊണ്ടുവന്ന് അതിൽ നിന്ന് കൊടുത്ത് തിന്നു. അതൊന്നല്ല, അതായത് അവർക്ക് കോഴിമുട്ട കൊടുത്തപ്പോൾ അവർക്ക് വേണ്ട, അവർക്ക് ഒരാൾ കോഴിമുട്ട തിന്നില്ല, അവന് എന്തൊരു മുഖത്ത് കുരു വരുന്നു, മറ്റാൾക്ക് താല്പര്യമില്ല. പിന്നെ സുമേഷിനും താല്പര്യം അല്ല, സുമേഷ് കഴിച്ചു, പിന്നെ കുറെ കഴിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. ബാക്കി 2 കഷ്ണം ബാക്കി വന്നപ്പോൾ അവൻ പറഞ്ഞു പണിക്കാരോട്, എടുത്ത് കഴിക്കടാ എന്ന് കുറെ പറഞ്ഞു. അവര് 1 കഷ്ണം കൂടെ കഴിച്ചു എന്ന് തോന്നുന്നു. അല്ലാണ്ട് എനിക്കിപ്പോൾ കോഴിമുട്ട തിന്നണമെങ്കിൽ എന്തോരം ഉണ്ടെന്ന് അറിയൂ. ഞാൻ പിന്നെ അതിന്റെ രസത്തിൽ ഞാൻ തിന്നിട്ടുണ്ടെങ്കിൽ അവർ തിന്നട്ടെ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ വെച്ച് ചേട്ടൻ കഴിച്ചത് വെറുതെ പുഴുങ്ങിയ മുട്ടയെ കഴിച്ചേ. അവർക്ക് കൊണ്ടുപോയാൽ കുരുമുളകും ഉപ്പും വെതറിണ്ട്. അപ്പൊ ചേട്ടൻ അത് കണ്ടപ്പോ കഴിക്കാനൊരു അതിലേക്കൊരു ആകർഷണം വന്നു. കാരണം അതിനൊരു ടേസ്റ്റ് ഭയങ്കര കൂടുതലായിരുന്നു. അതാണ് അങ്ങനെ ആക്കി കൊടുത്തിട്ടും അവര് കഴിക്കുന്നില്ല. അതുകൊണ്ട് ആലോചിക്കണം. അടുത്തത് ബിൻസി മുകേഷ്. സരിത പാടുമ്പോൾ അജയേട്ടൻ നോക്കുമ്പോൾ സരിതയോട് എന്തോ പ്രണയഭാവം ഫേസിൽ. മുട്ട പരീക്ഷണം കൊള്ളാം. 9-10 കുഴപ്പം ഇല്ല കഴിക്കുമ്പോൾ പറഞ്ഞത്. അജുവേട്ടൻ എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ കിളി പോയാ. ലാസ്റ്റ് പറഞ്ഞപ്പോൾ 7, 8, 9 ഒക്കെ ആയല്ലോ. ഞാൻ ആലോചിച്ചു, പിന്നെ പറഞ്ഞു പോയില്ല, ഇനി തിരിച്ചെടുക്കാൻ പറ്റിയില്ല. അടുത്തത് മേഴ്സി ജേക്കബ്. തിളച്ച വെള്ളത്തിലിട്ട് 120 എണ്ണുന്നത് വരെ തിളച്ച വെള്ളത്തിലിടുകയാണെങ്കിൽ ഏറ്റവും ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. അപ്പം 2 മിനിറ്റാ
ആ വലിയ കൊട്ടയെ അയ്യോ ഇതല്ലായിരുന്നു ആ വലിയ കൊട്ടയെ വിത്തുകൊട്ട എന്നാണ് പറയുക അജു. ഇവിടെ വട്ടക്കൊട്ട എന്ന് പറയാ. വട്ടക്കൊട്ട കോഴിനോട് ചോറ കൂറ്റിയിരിക്കണതാ അല്ലല്ല, വട്ടക്കൊട്ട എന്ന് പറയും. അതായത് നെല്ല് കൊണ്ടുപോകുന്നത്, നെല്ല് പുഴുങ്ങാനും ഇതിനും കുത്തിക്കാനൊക്കെ കൊണ്ടുപോകുന്നത് വട്ടക്കൊട്ട. നല്ല വലിപ്പമുണ്ടാവും അത്. വിത്തുകൊട്ട എന്ന് ചില സ്ഥലങ്ങളിൽ പറയായിരിക്കില്ലേ, പല സ്ഥലങ്ങളിൽ പലതരത്തിലായിരിക്കും. അടുത്തത് സ്നേഹലതായം. കോഴിമുട്ട പുരാണവും കോഴിമുട്ട പുഴുങ്ങലും പാരടിയും പാട്ടും കോഴിമുട്ട തീറ്റയും പണിക്കാരും അവർക്ക് കൊടുത്തതിൽ നിന്ന് എടുത്തു തിന്നതും എല്ലാം ഗംഭീരം. ചിരിച്ചിരിച്ചൊരു വകയെ. ഒത്തിരി സ്നേഹത്തോടെ സ്നേഹ കോഴിക്കോട്. സന്തോഷം. എന്ത് മനോഹരമായി കമന്റ്. ഇങ്ങനെയൊക്കെ എഴുതൂ. അടുത്തതും ഒരു സ്നേഹയാണ് കേട്ടാ. സ്നേഹലത നായർ. സൂപ്പർ സിംഗിങ് സരിത, സോ ക്ലിയർ ലൈക്ക് കിഡ്സ് സെയിങ് പോയം. വെരി ക്യൂട്ട്. മോർ ഓഫ് യുവർ സിംഗിങ് ഐ റിക്വസ്റ്റ്. അജു വാസ് വാച്ചിങ് സോ പ്രൗഡ്ലി അറ്റ് സരിത. സിമ്പിൾ എഗ് ബോയിലിംഗ് ബട്ട് ആൻ ഐ ഓപ്പണർ. എന്തിട്ടാണ് ആസ് യൂഷ്വൽ കിഡിലൻ വീഡിയോ. എന്തായാലും നമ്മളെ മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. സന്തോഷം. അടുത്തത് പ്രമീള ദേവദാസൻ. ഇന്ന് വീഡിയോ കാണാൻ വൈകി. സൂപ്പർ അജുവേട്ട സരിത. ഈ വരുന്ന 29-ന് ഞങ്ങളുടെ 30ാം വിവാഹ വാർഷികമാണ്. അന്ന് ഒന്ന് വിഷ് ചെയ്യണേ. 29-ാം തീയതിയാണല്ലേ? ഇന്ന് 21 അപ്പോൾ 29-ാം തീയതി ഞങ്ങൾ മറന്നു പോയാലും ഇപ്പം അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ അടുത്ത തിങ്കളാഴ്ച അല്ലേ 29-ാം തീയതി എന്ന് പറയണത്? ഇന്ന് എന്താഴ്ചയാ? ഇന്ന് വെള്ളിയാഴ്ച. ഇന്ന് വെള്ളി. ഇന്ന് 21. അടുത്ത വെള്ളിയാഴ്ച 28-ാം തീയതി. അപ്പം ശനിയാഴ്ച. അടുത്ത ശനിയാഴ്ചയാണ് വരുന്നത് അല്ലേ? 29-ാം തീയതി. നമ്മളെന്തായാലും അഡ്വാൻസ് ആയിട്ട് 30ാം വിവാഹ വാർഷികമാണ്. അപ്പോൾ പ്രമീള ദേവദാസൻ. അപ്പൊ രണ്ടുപേർക്കും പ്രമീള ദേവദാസൻ 30 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ പ്രമീള ദേവദാസൻ ദമ്പതികൾക്ക് ഞങ്ങളുടെ വക മുൻകൂറായിട്ട് വിവാഹ വാർഷിക ആശംസകൾ. ഒരു 100 കൊല്ലം കൂടി രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ജീവിക്കും. അതന്നെ. അടുത്തത് അനില കുമാരി. സരിത ഒന്നും തോന്നല്ലേ മോളെ. സരിത പാടുന്നതിനേക്കാളും നല്ല രാഗം തോന്നുന്നത് അജു പാടുന്നതാ. ഞാൻ കുറച്ച് പഠിച്ചതാണ്. വിഷമം തോന്നരുത്. എന്തിന്? ഒരിക്കലും ഇല്ല. സരിതയ്ക്ക് വിഷമം തോന്നരുത്. സരിതയ്ക്ക് എല്ലാ വീഡിയോയിലും 4 വരി 2 പേരും പാടണം. അതന്നെ. അടുത്തത് ഷിജി പുന്നോക്കിൽ. എൻ്റെ ചേച്ചിക്കുട്ടിയുടെ ഒറിജിനൽ സോങ്ങും അജുചേട്ടൻ്റെ പാരഡി സോങ്ങും അടിപൊളി. പിന്നെ മുട്ടയിലുള്ള പരീക്ഷണം എല്ലാം കൂടെ വീഡിയോ സൂപ്പർ. പിന്നെ സോങ്ങിന് പുറമെ അജുചേട്ടൻ ഡാൻസ് കളിക്കാനുള്ള ശ്രമം നടത്തി. അജുചേട്ടാ സരിതേച്ചി ഗോഡ് ബ്ലസ്. സന്തോഷം. അടുത്തത് ശ്രീരഞ്ജിനി. കോഴിയുടെ ആയുസ് എത്തിയതിനാലാവാം അത് അങ്ങനെ ചെയ്തത്. അജുവിൻ്റെ സരിതയുടെ പിണക്കം മാറ്റാനുള്ള ഡാൻസ് സൂപ്പർ. ഇനിയും സരിത ഇടയ്ക്കിടയ്ക്ക് പിണങ്ങും. സൂപ്പർ കോഴിക്കറി ഉണ്ടാക്കിയല്ലോ. അതിന് എന്താ പറയുക, അരിയെത്തി എന്ന് പറയും ഞങ്ങൾ. ആയുസെത്തി എന്ന് പറയില്ല, അരിയെത്തി അങ്ങനെ പറയാ. അതാണ് ചേട്ടനെ മാന്താന്നത്. കാലും അത്യാവശ്യം നല്ല കലക്ക കിട്ടിയാണ് കേട്ടാ, കൊത്ത് ഉണങ്ങിയത്. ഹെൽവിൻ. അജുചേട്ടാ ചേച്ചി നമസ്കാരം. ഇന്നത്തെ വീഡിയോ പൊളിച്ചു. അജുചേട്ടാ പാട്ട് സൂപ്പർ. ചേട്ടൻ ശ്വാസം കിട്ടാതെ പാടി അഭിനയിച്ച് ഭാര്യ ഒന്ന് സന്തോഷിപ്പിക്കാൻ നോക്കി. ആ പ്ലാൻ ചീറ്റിപ്പോയി. ചേച്ചിയും നന്നായി പാട്ട് പാടി. നാടകത്തിൽ അഭിനയിക്കാൻ പറഞ്ഞ സരിതേച്ചിയുടെ പുറത്ത് ഒറ്റയടി. സരിതേച്ചി താഴെ വീഴാഞ്ഞത് ഭാഗ്യം. ആ കൈക്കോട്ട് പിടിക്കുന്ന കൈ കൊണ്ടൊന്ന് തട്ടിയതാണ്. പക്ഷേ സരിത ചേച്ചി അത് താങ്ങാനുള്ള ആരോഗ്യമില്ല. പിന്നെ സരിതേച്ചി പറഞ്ഞ റെഡിയാണ്. ഞങ്ങൾക്കിപ്പോൾ നോമ്പാണ്. ആ സമയത്ത് ഞങ്ങൾ നിങ്ങളുടെ ചിക്കൻ കറി സഹിക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ അജുചേട്ടനെ കാണാൻ ചില സമയത്ത് ഇന്നച്ചൻ്റെ ഒരു ലുക്ക് ഉണ്ട് കേട്ടാ. ആ എപ്പിസോഡ്. ലിഷ പി. ഹായ് അജുചേട്ടൻ, എൻ്റെ സരിത. ലേറ്റ് ആയിട്ടാണ് വീഡിയോ കാണാറുള്ളത്, അതാണ് കമൻ്റ് ഇടാത്തെ. ആ ബാലൻ കെ നായറിനെ തട്ടി ചട്ടിയിലാക്കിയത് നന്നായി. ബാക്കി പിടക്കോഴികൾക്ക് സമാധാനമായി. അജുചേട്ടൻ്റെ പാട്ടും ഡാൻസ് ഒരു രക്ഷയില്ല. എൻ്റെ സരിതേ, ചിക്കൻ അടുപ്പത്ത് വെച്ച അജുചേട്ടൻ എങ്ങനെ കിളയ്ക്കും? നോട്ടം മുഴുവൻ ചട്ടിയിലാണെന്ന് അറിഞ്ഞൂടെ. സരിതയുടെ പാട്ടും നന്നായി. അടുത്തത് ഫിദ പ്രവീൺ. അജുചേട്ടൻ്റെ മാങ്ങ തീറ്റ നോമ്പ് നോറ്റ് വീഡിയോ കാണുന്ന ഞാൻ വേണ്ടായിരുന്നു. പാവം ചാത്തൻ മാന്താൻ ഒരു നേരം. പിന്നെന്തിട്ടാ നോമ്പ് നോക്കണവരപ്പം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലേ നോമ്പ് എടുത്ത് കഴിഞ്ഞിട്ട് കണ്ടാൽ മതി അല്ലേ. കഷ്ടമുണ്ട്, അവർ ഭക്ഷണം കഴിക്കാണ്ട് ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പോൾ വീഡിയോ കാണുമ്പോഴേ നമുക്ക് ഞങ്ങളതൊരു തെറ്റ് ചെയ്യാണോ എന്നും നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ്. അതിനുള്ള പ്രതികാരം വീട്ടിൽ നിന്ന് പറഞ്ഞില്ലേ 20-ാം തീയതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര്. അടുത്തത് ശിവദാസ് അമ്പലപ്പാട്ട്. അജുവിനെ കോഴിമാന്തി
കൊത്തി. ചാത്തൻ്റെ അവസാനത്തെ കൊത്തും മാന്തുമാണെന്ന് പാവം ചാത്തൻ അറിഞ്ഞില്ല. അവസാനം ചാത്തൻ ചട്ടിയിലായി. അജുവിൻ്റെ മരം ചുറ്റിപ്പാട്ടും ഡാൻസും ഗംഭീരം. പക്ഷേ സരിത മസിൽ പിടിച്ചിരുന്നു. ഉള്ളിൽ ചിരി വന്നു. അതെന്തിട്ടെന്നറിയോ, ഒരു വട്ടം കളിച്ചു. ഒരു വട്ടം ചേട്ടത് കളിച്ചപ്പോൾ ഞാൻ തല കുത്തി മറിഞ്ഞ് ചിരിച്ചു കേട്ടോ ചേട്ടൻ്റെ ഡാൻസ് കണ്ടിട്ട്. പക്ഷെ അത് കുറച്ചെത്തിയപ്പോൾ ചേട്ടന് അയ്യോ തെറ്റി, ശരിയായില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അത് ആദ്യമേ കളിച്ചു. അപ്പോൾ ഒരു വട്ടം കൂടിയും കണ്ടല്ലോ. പിന്നെ ഞാൻ നോക്കാണ്ടിരുന്നു. അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ മൈക്കിൽ കൂടി എൻ്റെ ചിരി കക്ക എൻ്റെ ചിരി എല്ലാവരും കമൻ്റ് ഉണ്ട്, കോഴി കൊക്കണ പോലെ മുട്ടയിട്ട് കഴിഞ്ഞിട്ട് കോഴി ഉണ്ടാക്കണ സൗണ്ട് എന്ന് എൻ്റെ ചിരി. അപ്പോൾ അത് അതിൻ്റെ പാട്ടിൻ്റെ ഇടയിൽ വരണ്ട വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കാണ്ട് ഇരുന്നു, പിടിച്ചു നിന്നതാ. അല്ലാണ്ട് മസിൽ അങ്ങനെ ഇരുന്നല്ലാട്ടാ. പിന്നെ ചൂട് കാരണം അത് പുറത്ത് പ്രകടിപ്പിക്കാൻ തോന്നിയില്ല അല്ലേ? പ്രസവിച്ച് കിടക്കുന്ന പട്ടിയുടെ അടുത്ത് പോയാൽ അത് വയലൻ്റ് ആകും. പാവം ഇമ്രാൻ അതൊന്നും അറിയില്ലല്ലോ. എത്രയും വേഗം ഡോക്ടറെ കാണിക്കൂ. ഡോക്ടറെയൊക്കെ കാണിച്ചു. മരുന്നും കൊടുത്തു. അതിൻ്റെ ഇവിടെ ഇത്തിരി പഴുപ്പ് പോലെ വന്നു. അത് ഫാത്തിമ എല്ലാം ഓക്കെ. പക്ഷെ അജൂസേ, ഈ ടാറ്റു അടിച്ച കാരണം ആർക്കെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? പറ്റില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൊടുത്തല്ലോ, അതൊന്നും ഒരു പ്രശ്നമില്ല. ഇത് ചെയ്ത് 6 മാസം കൊടുക്കരുത്, അത് കഴിഞ്ഞാൽ കൊടുക്കാം. ഗീതാ കൃഷ്ണൻകുട്ടി, കൊന്നാ പാപം തിന്നാ തീരും. അജുവിനെ മാന്തിയ കോഴിയെ കറി വെച്ച് കഴിച്ച് പാപം തീർത്തു. മീന സതീഷ്, കോഴിച്ചാത്ത അജുവിനെ മാന്തി, ചാത്തനെ അജു തട്ടി. പ്രതികാരം അത് വീട്ടാനുള്ളതാണ്. അടുത്തത് തോമസ് മംഗലം, ഇന്നത്തെ എപ്പിസോഡ് ഒരു ആക്രമണവും അതിനോടനുബന്ധിച്ചൊരു കൊലപാതകവും. അടിപൊളി. ഒരു കാര്യം മനസ്സിലായില്ലേ? മുട്ടകൾ കൊത്തി പൊട്ടിച്ച് ചാപ്പിടുന്ന ആൾ ഈ ചാത്തനായിരിക്കാം. അവൻ അങ്ങനെ നോൺ വെജ് ആയി മാറി. അത് കറക്റ്റാ. അതിനുശേഷം ഇപ്പോൾ കൃത്യമായിട്ട് എല്ലാ മുട്ടയും കിട്ടുന്നുണ്ട്. അപ്പോൾ അവനായിരുന്നു കൊത്തി കുടിച്ചോടുന്ന ആള്. അവൻ അങ്ങനെ നോൺ വെജ് ആയി മാറി. എപ്പോഴാണ് അജു കോഴിക്കൂട്ടിൽ അവൻ നോട്ടം വെച്ച മുട്ടകൾ എടുക്കാൻ വന്നത്? അവന് സഹിച്ചില്ല. അതാണ് അവൻ ആക്രമിച്ചത്. നോൺ വെജ് ഭക്ഷണം ആകുമ്പോൾ അക്രമവാസന കൂടുമെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബലമായ സംശയം ആ ബ്രൊക്കോളി ആണോ എന്നാണ്. ബ്രൊക്കോളി ഇല്ല കഴിച്ചാൽ വയലൻ്റ് ആവാൻ സാധ്യതയുണ്ട്. എനിക്ക് ഈ സാധനം കണ്ടാൽ മതി, എന്താണെന്നറിയില്ല, ഞാൻ വയലൻ്റ് ആവും. സാരമില്ല, കൊന്നാൽ പാപം തിന്നാൽ തീരും. അടുത്തത് റജീഷ് ആണോയ്. ചാത്തൻ ആംഗ്രി ആയി അജു ചേട്ടൻ ബിക്കോസ് ഹി ഗിഫ്റ്റഡ് ഹിസ് ഫ്രണ്ട് ചാത്തൻ ടു സുജിത. അതുകൊണ്ടാണ്. മറ്റേ ചാത്തനില്ലേ ഫ്രണ്ട് ഒന്നല്ല, രണ്ടുപേരും ഫുൾ ടൈം കോഴി അംഗം എന്ന് പറയില്ലേ, കോഴിപ്പോര്, അതായിരുന്നു രണ്ടുപേരും. സൗര്യക്കേടായി. പിന്നെ മാത്രമല്ല രണ്ടുപേരും ഭയങ്കര ആക്രമണം. ഏതാന്നാ ഒരു പാവം നാടൻ പെടയില്ലേ, പണ്ട് തൊട്ടുള്ള ഒരു കോഴിപ്പെടയുണ്ടല്ലേ, ആ പെടേനെ മതി ഇവർക്ക്. അതൊരു ചാത്തൻ ചേവലാട്ടും. അപ്പം അത് ചമ്മന്തിയാവും പെട. ഈ ചാത്തനെ ഇറങ്ങി കഴിയുമ്പോഴേക്കും മറ്റേത് കയറും. പെടകളുണ്ട്, അവരെ വേണ്ട, ഇതിനെ മതി. എന്നിട്ട് ഇതിന് 2 പേര്. അപ്പം നമുക്ക് പാവം നോക്കിയിട്ടാണ് ഒരെണ്ണത്തിനെ പിടിച്ച് സുജിതയ്ക്ക് കൊടുത്തത്. അതായത് കൂട്ടത്തിൽ ക്രൂരനെ പിടിച്ചിട്ടാണ് സുജിതയ്ക്ക് കൊടുത്തത്. അപ്പം മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ എന്ന് പറഞ്ഞ പോലെ ഇവൻ പോയപ്പോൾ പിന്നെ അവൻ രാജാവായി. പിന്നെ അവൻ ഭയങ്കര ഇതായി. പക്ഷെ കുഴപ്പമില്ലാണ്ട് പോയിരുന്നു. പക്ഷെ ചേട്ടനെ ആക്രമിച്ചപ്പോൾ പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല. അതെ. ഇപ്പോൾ പെടകൾക്ക് സമാധാനം, ശാന്തം. അടുത്തത് അനിത റാണി CV. സരിത, നെവർ എവർ അജുവിനെ മാന്തുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. റിസൾട്ട് വളരെ മോശമായിരിക്കും. മോറൽ, ലേൺ ഫ്രം സംബഡീസ് മിസ്റ്റേക്സ്. മനസ്സിലായ? അടുത്തത് മിനി അരുൺ. അജു ആ ചാത്തനെ കൊന്നത് ശരിയായില്ല എന്നാണ് എൻ്റെ പക്ഷം. സത്യത്തിൽ അജു അല്ലേ ചാത്തൻ്റെയും കുടുംബത്തിൻ്റെയും വീട്ടിൽ കടന്നു കയറി എന്നും മുട്ട പെറുക്കുന്നത്? ക്ഷമിക്കും, ഒരു അവസാനമില്ലേ? ചാത്തൻ്റെ ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെ എന്നും മുട്ട പെറുക്കിയാൽ അവൻ്റെ കുടുംബത്തിന് വംശനാശം വരികയില്ലേ? പാവം, അവൻ കൊത്തുകയും മാന്താനും അല്ലേ പറ്റൂ, അല്ലാതെ കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇനി പറയൂ, ആരാണ് തെറ്റ് ചെയ്തത്? പറയൂ മിസ്റ്റർ അജു, പറയൂ. തെറ്റ് ചെയ്തത് ഞാനാണ്. കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. അയ്യോ. പ്രശാന്ത് AS, when we grow some animal or birds, how can we kill and eat? നമ്മൾ വളർത്തുന്ന ഈ പക്ഷികളെ എങ്ങനെ കൊന്നു തിന്നാൻ പറ്റുന്നു? ദുഷ്ടൻ. കൊത്തൊക്കെ കിട്ടുമ്പോഴേ നമ്മൾ വേദന എടുക്കുമ്പോൾ തന്നെ അതിനുള്ള സ്നേഹമൊക്കെ. പിന്നെ നമ്മൾ ഓമനിച്ച് വളർത്തണ ഒന്നല്ലല്ലോ, ലവ് ബേർഡ്സിന്റെ ഒക്കെ പോലെ കോഴികളല്ലേ. ഇവരെ നമ്മൾ മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടിയിട്ട് കഴിക്കുന്നതല്ലേ, ഇറച്ചിക്കും വേണ്ടി വളർത്തുന്നതാണല്ലോ, അതുകൊണ്ടാണ്. അടുത്ത് സാക് ചവറ. സരിതയിൽ ഒരു പാട്ടുകാരി ഒളിഞ്ഞിരിപ്പുണ്ട്. സംഗീതം പഠിച്ച കുട്ടിയാണോ എന്നും സംശയമുണ്ട്. ഇല്ല, പഠിച്ചിട്ടില്ല. ധൈര്യമായി പാടുക. വിമർശകർ പറയുന്ന വിവരക്കേടിന് മറുപടി പറയാൻ സമയം കളയണ്ട. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ആ തരം കൊതുകുകൾ മനുഷ്യരിലും ഉണ്ട്. അടുത്തത് മീന ശ്രീധരൻ.
അജു പിണക്കം മാറ്റാനുള്ള ഡാൻസും പാട്ടും കലക്കി. കോഴിച്ചാത്ത് ഇത്രയ്ക്കും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരു മാന്തൽ കൊടുത്തതിന് ഇത്ര വലിയ ശിക്ഷ കിട്ടുമെന്ന്. കോഴി മാന്തി പൊട്ടിയാൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. അജു സരിത പാട്ട് സൂപ്പർ. അടുത്തത് RC മച്ചാൻ. ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല ചേട്ടൻ, അതുണങ്ങി. നമ്മുടെ RC മച്ചാൻ മിഥുൻ. ബാക്കിയുള്ള കോഴികൾക്ക് ഇതൊരു പാഠമാകട്ടെ, ഇനി കൊത്തിയാൽ പടമാകുമെന്ന്. ലതാ മോഹൻ. ഹായ് അജു, സരിത, ജഗ്ഗുമോൻ. ഇന്നത്തെ വീഡിയോ കണ്ട് ചിരിച്ചെത്തു. സരിതയുടെ പാട്ടും അജുവിൻ്റെ ആക്റ്റും ഒരുപാട് ഇഷ്ടമായി. അജൂസ് വേൾഡിലെ സ്ഥിരം പ്രേക്ഷക ലതാ മോഹൻ, എറണാകുളം. സന്തോഷം. അടുത്തത് മംഗലം രവീന്ദ്രൻ. സരിത എൻ്റെ കമൻറ്റ് വായിക്കാറില്ല, അതുകൊണ്ട് ഞാൻ അയക്കാറില്ല. ഈ കമൻറ്റ് വായിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്താ ചെറിയേട്ടൻ്റെ മോനെയും ഭാര്യയും വിരുന്ന് കൂട്ടിയില്ലേ? അതെന്താ മറന്നുപോയോ? ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അജുവിൻ്റെ പാട്ട് സൂപ്പറാണ് കേട്ടോ. സരിതയുടെ പാട്ട് സൂപ്പറാട്ടോ. അത് അവർക്ക് അതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു, അങ്ങനെ വിരുന്ന് വരാനായിട്ടൊന്നും. ഷാൻ ചേട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് അവർ വിളിച്ചു. അപ്പോൾ പിന്നെ എന്തായാലും അവർ ഫുഡൊക്കെ ഉണ്ടാക്കിയില്ലേന്ന് കേട്ടിട്ട് അവർ പോയി കഴിച്ചു പോന്നു. അപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ബാക്കി ഒറ്റ വീട്ടിലും സദ്യ എന്നിട്ട് പറയും വിരുന്നൊരിക്കലും വിളിക്കലും ഒന്നും ഉണ്ടായില്ല. അങ്ങനെ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനും നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടെൻ്റെ കാര്യമില്ലല്ലോ. അടുത്തത് ഇന്ദിര KR. ഈ നിതിൻ എങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഈ അജുവിൻ്റെ കളിയൊക്കെ കാണുമ്പോഴേ സരിതയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ കിളയ്ക്കുന്നതാണ് നല്ലതെന്ന് പാവം അജുവിന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ചൂട് സഹിച്ചിട്ടാണെങ്കിലും കിളയ്ക്കാൻ പോയത്. എനിക്ക് വയ്യ, എന്തെല്ലാം കാണണം, പാട്ട്, ഡാൻസ്, അഭിനയം എന്ന് വേണ്ട. അടുത്തത് ഗിരിപ്രസാദ്. അജുവേ ഗംഭീരമായി പാടി അഭിനയിച്ചത്. സരിതയെ പാട്ട് സൂപ്പറായി. മുഴുവൻ പാട്ട് പാടിയെങ്കിൽ എന്ന് വിചാരിച്ചു പോയി. പിന്നെ അജുവിനെ കൊത്തിയ ചാത്തൻ്റെ കാര്യം അറിയാതെ ചാത്തൻ്റെ കാരണം അറിയാതെ അതിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തത് ശരിയായില്ല. പലവട്ടം തൻ്റെ പരാതികളും സങ്കടങ്ങളും പരിഭവങ്ങളും പറയാൻ വന്ന ചാത്തന് കോഴി എന്ന പരിഗണന പോലും കൊടുക്കാതെ തൻ്റെ കൂടി പ്രയത്നത്തിൻ്റെ ഭാഗമായി പിടകളുടുന്ന മുട്ടയും പറക്കിപ്പോയി നിങ്ങളെ പല പ്രാവശ്യം അന്നം തരുന്ന മുതലാളി എന്ന നിലയിൽ ഒന്നും ചെയ്യാതെ വിട്ടതാണ്. പക്ഷേ പലനാൾ കരുതി വെച്ച അവഗണനയ്ക്ക് എതിരെയാണ് ആ ചാത്തൻ പ്രതികരിച്ചത്. പല തുലാവർഷ രാവുകളിലും ചൂടും അനുരാഗവും കൊടുത്ത് പിടകളും ആ പാവം ചാത്തനെ തള്ളിപ്പറഞ്ഞു. ആ ദേഷ്യത്തിൽ അജുവിനെ ആക്രമിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചെങ്കിലും ഒരു പ്രത്യേക നിമിഷത്തിൽ ചെയ്തു പോയതാണ്. ഒരു പ്രാവശ്യം മാപ്പ് കൊടുക്കാമായിരുന്നു. കുറച്ച് ദിവസമായി അതിനാവാൻ തുടങ്ങിയിട്ട് കൊത്തുമ്മ എന്തൊക്കെ. പക്ഷേ അന്നത്തെ ദിവസം ഇത്തിരി കാര്യം. അടുത്തത് ജസീന ഷിഫ. അജു, സരിത, ജഗ്ഗു ഇന്നത്തെ വീഡിയോ കണ്ട് ഒരുപാട് ചിരിച്ചു. ചിക്കൻ കറി സൂപ്പറായിട്ടോ. ഒപ്പം അജുവിൻ്റെ പാട്ടും ഡാൻസും സരിതയുടെ മൂളിപ്പാട്ടും എല്ലാം നന്നായിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളി വിളവെടുപ്പ് കാണുമ്പോൾ കൊതിയാവുന്നു. സ്ഥലപരിമിതി കാരണം ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. തൂക്കുചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിന് നല്ലൊരു പോസിറ്റീവ് എനർജി നൽകും നിങ്ങളുടെ വീഡിയോ കണ്ടാൽ. സന്തോഷം. അടുത്തത് ജയാശോക്. ഇന്ന് ക്യാമറ മിഥൂട്ടനാണോ? എൻ്റെ ദൈവമേ, മിഥുന് ഓമന പേരൊക്കെ മിഥൂട്ടൻ. സൗണ്ട് ഒന്നും കേട്ടില്ലല്ലോ. മിഥുനും നിതിനും ജ്യേഷ്ഠനും അനുജനുമാണോ? നാടൻ ചിക്കൻ കറി സൂപ്പർ. സരിത എല്ലാ കറികളും നാടൻ രീതിയിലാണ് വെക്കുന്നത്. ആവശ്യമില്ലാത്ത സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇട്ട് കറിയുടെ നാടൻ രുചി കളയാറില്ല. അങ്ങനെയൊന്നുമില്ല, നമുക്ക് വെക്കാൻ അറിയാവുന്ന രീതിയിൽ വെക്കും. പിന്നെ നിതിനും മിഥുനും ബ്രദർ അല്ല. ശരിക്കും നിതിന് ചേട്ടനുണ്ട്, മിഥുൻ തന്നെയാണ് പേര്. ആവേശം സിനിമയിലത്തെ കുട്ടിയില്ലേ വില്ലൻ, ആ വില്ലനാണ് നമ്മുടെ നിതിൻ്റെ സ്വന്തം ചേട്ടൻ മിഥുൻ. നമ്മുടെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വരുന്ന മിഥുൻ വേറെ, RC മച്ചാൻ. അയ്യോ, എനിക്ക് അതിലിരിക്കുന്നതായിട്ട് പിന്നെ ഇരിക്കുന്ന നോക്കുമ്പോൾ കാണാനില്ല, വിളിച്ചതിരിക്കുന്ന നോക്കിയിട്ടേ. ABC. ഒരു പ്രിപ്പറേഷനും കൂടാതെ സരിത ഇന്ന് പാടിയ പാട്ട് വളരെ നന്നായിട്ടുണ്ട്. കീപ് ഇറ്റ് അപ്പ്. അജുവിൻ്റെ ഡ്രസ്സിൽ ചാത്തൻ്റെ ചോര. അജു കർഷകനല്ലേ മേഡം, അല്പം കളപറിക്കാൻ ഇറങ്ങിയതാ. പിന്നെ ഒട്ടും അഭിനയിക്കാൻ അറിയാത്ത അജു അഭിനയിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. എന്നാലും കോമാളിത്തരം കാണാൻ കുറച്ചൊക്കെ രസമുണ്ട്. കവിതാ മോഹൻ. ഹായ് അജു, സരിത, ജഗ്ഗുമോൻ. കുറച്ച് ദിവസമായിട്ട് ഒക്കെ ദുരന്തങ്ങളാണ്. ആദ്യത്തേത് ഹസ്ബൻഡിന് ചിക്കൻ ബോക്സ് പിടിപെട്ടു. 20 ദിവസമായി. ഷുഗർ ഉള്ളത് കൊണ്ട് കുറയുന്നില്ല. പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ചു. ഇന്ന് സഞ്ചയനമാണ്. ഞങ്ങൾക്ക് അതിനൊന്നും പങ്കെടുക്കാനും ആയില്ല. അനിയൻ്റെ വീട്ടിലാണ് അപ്പോൾ. നിങ്ങളുടെ പ്രയർ വേണം കേട്ടോ. പിന്നെ ചാത്തൻ പതുങ്ങി ഇരിക്കുമായിരുന്നു. ആക്രമിക്കാൻ ആരാടാ ഞങ്ങളുടെ മുട്ട എടുത്ത് കൊണ്ടുപോകുന്നത് എന്ന്. ഒരു ദിവസം ഇവന് ഒരു പണി കൊടുക്കണം എന്ന്. എന്തായാലും അജു അവന് അതിലും വലിയ പണി കൊടുത്തു. അയ്യോ, ഭയങ്കര കഷ്ടമായി. ചിക്കൻ ബോക്സ് ഇപ്പോൾ ചൂട് സമയമല്ലേ. ഇവിടെ പൊന്നൂസിന് ചിക്കൻ ബോക്സ് ആയിരുന്നു. സജീവൻ്റെ മോൾക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് അറിഞ്ഞില്ല. അത് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ അറിയണേ. ആ സമയത്ത് അമ്മ മരിച്ചിട്ട് അതിലൊന്നും പങ്കെടുക്കാനും പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമായി.
അടുത്തത് ഷർമിള റജി. എൻ്റെ അജുചേട്ടാ നിങ്ങൾ സമ്മതിക്കണം, എൻ്റെ ആളും ഇങ്ങനെ തന്നെയാണ്. ദേഷ്യം വല്ലപ്പോഴും വന്നാൽ പിന്നെ തീർന്നു, എനിക്കത് സഹിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അങ്ങോട്ടാകാം 24/7. കണ്ട ചേട്ടാ, പാവം എല്ലാം കേട്ടിരിക്കും. എന്നിട്ട് കുട്ടികളോട് പറയും അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, നിങ്ങളതൊന്നും കാര്യമാക്കണ്ട എന്ന്. ചേട്ടനതുപോലെ പറഞ്ഞാൽ മതി, എനിക്ക് ദേഷ്യം എപ്പോഴെപ്പോഴും വരുമ്പോൾ. സാരല്ല ജഗു, അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, നീ ഞങ്ങളെ ക്ഷമിക്ക്. അടുത്തത് റെജി കുര്യാക്കോസ്. ഇന്നത്തെ വാചക കസർത്തുകളും പാചകവും നന്നായിട്ടുണ്ട്. അജുവേട്ടാ നിങ്ങളൊരു സംഭവമാണ്. പാട്ടും ഡാൻസും കേമം. സരിത പറഞ്ഞ പോലെ ഞങ്ങൾ നൊയമ്പിലാണ്. ചിക്കൻ ആയതുകൊണ്ട് അത്ര വിഷമവും ഉണ്ടായില്ല, ബീഫാണെങ്കിൽ കൊതി വന്നേനെ. സരിതയുടെ പാട്ട് കേമം. ജഗ്ഗുവിന് ഇറച്ചിയോട് അത്ര പ്രിയമല്ലാത്ത പോലെ തോന്നി. ചാറാണ് യഥാർത്ഥത്തിൽ രുചി. പണ്ടൊക്കെ വീട്ടിൽ തന്നെ കോഴിയെ കൊല്ലലും നന്നാക്കലും പാകം ചെയ്യലും അതൊക്കെ ഒരു കാലമല്ലേ. ഇത് ചെയ്യുന്ന ചിലർക്ക് മാംസം കൂട്ടാനൊരു മടുപ്പുണ്ടാകും. അജുവേട്ടൻ അത് ബാധകമല്ല. സരിതയ്ക്ക് അത് കഴിക്കാൻ ഒരു മടി പോലെ തോന്നി. വീട്ടിലെ കോഴിയെ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിൽ പങ്കെടുത്താൽ എനിക്ക് അത് കഴിക്കാൻ തോന്നാറില്ല. ജഗ്ഗുവിൻ്റെ പോലെ ചാറ് മാത്രം കൂട്ടി ചിലപ്പോൾ ചെറിയ കഷ്ണം മാത്രം കൂട്ടി തൃപ്തി അടയും. ക്യാമറാമാന് കറി കൊടുത്തില്ലേ, അതോ മൊത്തം തീർത്തോ? ഇല്ലില്ല, ഇഷ്ടം പോലെയാണത്. ചൂടുകാലമല്ലേ, 11 to 3 പുറത്തിറങ്ങുന്നത് അത്ര സേഫ് അല്ല. ഈ സമയം വീടിനകത്താണ് വീഡിയോ എടുക്കാൻ സുരക്ഷിതം. ആദ്യകാല സബ്സ്ക്രൈബർ റെജിയേട്ടൻ. കുറേ പേർക്ക് വീട്ടിലത്തെ കോഴിനെ ഒന്ന് കൂട്ടാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ തോന്നില്ല. എനിക്കും അങ്ങനെ അധികം, ഞാൻ അത്രയ്ക്ക് ഭയങ്കരമായിട്ട് കഴിക്കുന്നില്ല, അപ്പം കഴിക്കില്ല. പിന്നെ കുറെ കഴിയുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് കഴിഞ്ഞു പോണു. അതെ, ഒരു വട്ടം ഉച്ചയ്ക്ക് ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കാത്ത ക്ഷീണമൊക്കെ തീർക്കും. ഒരു 4 മണി തൊട്ട് പിന്നെ നോൺ സ്റ്റോപ്പാണ്. അടുത്തത് മിഥുൻ പി വേണു. ടൈം 13:43 ടു ബി ഫ്രാങ്ക്, ആദ്യമായി സരിത പാടിയ പാട്ട് എനിക്കിഷ്ടമായി. കാരണം ആ പാട്ടിന് വേണ്ട യഥാർത്ഥ ഫീല് കൊണ്ടുവരാൻ പറ്റിയെന്നതാണ്. അയ്യോ, ഏതാണ് ആ സമയത്ത് പാടിയത്? സാധാരണ എല്ലാ പാട്ടിനും ഒരേ ഫീലാണ് കൊടുക്കാറ്. സംഗതി മുതൽ മറ്റെല്ലാം ഉണ്ടെങ്കിലും ഫീലില്ലെങ്കിൽ പാട്ട് ബ്ലാങ്ക് ആവും. ഇന്നൊരു കാര്യം തെളിയിച്ചു. വേണമെന്ന് വിചാരിച്ചാൽ സരിതയ്ക്ക് ഒരു ലതാ മങ്കേഷ്കർ ആവാൻ പറ്റും. അടുത്തത് സവായി. മോറൽ ഓഫ് ദ സ്റ്റോറി, എന്ത് പ്രകോപനം ഉണ്ടായാലും സാഹചര്യം എന്തു തന്നെ ആയാലും ആരെയും മാന്തരുത്. പിന്നെ 16ാമത്തെ മിനിറ്റിൽ ഇതാണോ അജുചേട്ടാ മരം ചുറ്റി പ്രേമം? കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പം കണ്ടു. പിന്നെ നാളികേരം കടിക്കാൻ ആണ് ഇഷ്ടം, അല്ലാതെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല സരിതേ. പിന്നെ എന്നിട്ട് അജുചേട്ടനെ മുട്ടുകുത്തിച്ച കോഴിച്ചാത്തന് പ്രണാമം. കഴിഞ്ഞു, ഇരുട്ടായി തുടങ്ങി. അപ്പം ഞങ്ങൾ നിർത്തുകയാണ്. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേരുന്നു. അടിച്ചു പൊളിക്കൂ എല്ലാവരും. ഹാപ്പി ആയിട്ടിരിക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.